शांति 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 शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ഓം ശാന്തി. ഇന്ന് 4/10/2025 बाबा कहते हैं, मीठे बच्चे, श्रेष्ठ से श्रेष्ठ बनने के लिए स्वयं भगवान तुम्हें श्रेष्ठ मद दे रहे हैं, जिससे तुम नरकवासी से സ്വർഗവാസി ബൻ ജാത്തെ ഹോ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനു വേണ്ടി സ്വയം ഭഗവാൻ നിങ്ങൾ കുട്ടികൾക്ക് ശ്രേഷ്ഠമായ മതം നൽകുകയാണ്. അതിലൂടെയാണ് നിങ്ങൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയായിട്ട് മാറുന്നത്. അല്ലേ? ബാബ വന്നിട്ട് നമുക്ക് ശ്രേഷ്ഠമായ മതം, ശ്രീമതം നൽകുകയാണ്. എന്തിനാണ് ബാബ ശ്രീമതം നൽകുന്നത്? നമ്മൾ കുട്ടികളെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റാം. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, देवता बनने वाले बच्चों को विशेष किन बातों का ध्यान रखना है? ബാബ ചോദിക്കുകയാണ്, ദേവതയായിട്ട് മാറുന്ന കുട്ടികൾ
അവർക്ക് വിശേഷിച്ചും ഏത് കാര്യത്തിലാണ് ശ്രദ്ധ വെക്കേണ്ടത് എന്ന് ബാബ ചോദിക്കാം. ഉത്തർ: കബി കോയി ബാത് മേം രൂട്ടന നഹി, ശകൽ മുർദ് ജൈസി നഹി കർനി ഹെ, കിസി को भी दुख नहीं देना है, देवता बनना है तो मुख से सदैव फूल निकले, अगर कांटे व पत्थर निकलते हैं तो पत्थर के पत्थर ठहरे, गुण बहुत अच्छे धारण करने हैं, यहाँ ही सर्वगुण संपन्न बनना है, सजा खाएंगे तो फिर पद अच्छा नहीं मिलेगा. അപ്പൊ ബാബ എന്താ ഉത്തരം നൽകുന്നത്? അതായത് ദേവതയായിട്ട് മാറുന്ന കുട്ടികൾ അവർക്ക് ഏതൊക്കെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ബാബ പറയുന്നത്. അവർ ഒരു കാര്യത്തിലും പിണങ്ങരുത്. ദേവതമാർക്ക് പിണങ്ങുന്ന സ്വഭാവം നല്ലതല്ല എന്ന് പറയാം ബാബ. ഒരു കാര്യത്തിലും പിണങ്ങരുത്. അതുപോലെ അവരുടെ മുഖം ഒരിക്കലും ഒരു ജഡാവസ്ഥയിൽ, അതായത് ഒരു മുഖത്തൊരു സന്തോഷമില്ലാത്തത്, മുഖത്തൊരു ചിരിയോ, എപ്പോഴും അങ്ങനെ ഒരു ജഡാവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരിക്കലും വയ്ക്കരുതെന്ന് പറയാം ബാബ. പിന്നെ ബാബ പറയാണ് ആർക്കും ദുഃഖം കൊടുക്കരുത്. ഇതാണ് ബാബ പറയുന്ന മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ. പിന്നെ ബാബ പറയാണ് ദേവതയായിട്ട് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ നിന്നും സദാ പുഷ്പങ്ങൾ പുറത്തേക്ക് വരണം. പുഷ്പങ്ങൾ പുറത്തേക്ക് വരാന്ന് പറയുന്ന അർത്ഥം ഒരിക്കലും നമ്മൾ കടുത്ത വാക്കുകളോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്, അല്ലേ? സദാ വളരെ മധുരമായിരിക്കണം, സദാ നമ്മൾ അത്രയും ശ്രേഷ്ഠമായിരിക്കണം. അതാണ് ദേവതയായിട്ട് മാറുന്ന കുട്ടികൾക്ക് വേണ്ട ഗുണങ്ങൾ. ഇനി ബാബ പറയാണ്, ഇനി നിങ്ങളുടെ വായിൽ നിന്നും മുള്ളോ കല്ലോ വീഴുകയാണെങ്കിൽ, അതായത് കടുത്ത വാക്കുകൾ, മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്ന വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ മുഖത്തിൽ നിന്നും വരികയാണെങ്കിൽ ബാബ എന്താ പറയുന്നത്? കല്ല് തന്നെയായിട്ടിരിക്കുമെന്ന് പറയാ ബാബ. പിന്നെ ബാബ പറയാണ് വളരെ നല്ല ഗുണങ്ങൾ നിങ്ങൾ ധാരണ ചെയ്യണം, അല്ലേ? ദേവതയായിട്ട് മാറേണ്ട കുട്ടികൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. സർവഗുണ സമ്പന്നനായിട്ട് മാറേണ്ടത് ഇവിടെ തന്നെയാണ് എന്ന് ബാബ പറയാം, അല്ലെ? നമ്മൾ സത്യയുഗത്തിലേക്ക് അവിടെയാണ് നമ്മളുടെ പ്രാപ്തിയെങ്കിലും നമ്മൾ ഇവിടെ സർവഗുണ സമ്പന്നനായിട്ട് മാറേണ്ടതുണ്ട്. അല്ലാതെ അവിടെ പോയിട്ടല്ല നമ്മൾ സർവഗുണ സമ്പന്നനാകേണ്ടത്. ഇവിടെ തന്നെ നിങ്ങൾ സർവഗുണ സമ്പന്നനായിട്ട് മാറണം എന്ന് ബാബ പറയാം. അഥവാ നിങ്ങൾ എന്താ ബാബ പറയുന്നത്? അതായത് ശിക്ഷകളെല്ലാം അനുഭവിക്കുകയാണെങ്കിൽ, അല്ലെ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ബാബയുടേതായിട്ട് മാറിയിട്ടും പിന്നെയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാബ പറഞ്ഞിട്ടുണ്ട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, അല്ലെ? ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉയർന്ന പദവി, അല്ലെ, നല്ല പദവി ഒരിക്കലും കിട്ടില്ല എന്ന് ബാബ പറയാം. പദവി താഴ്ന്നു പോകും, അല്ലെ? പദവി ഭ്രഷ്ടമാകുന്ന ബാബ പറയാറുണ്ടല്ലോ. ओम शांति। नए विश्व व नई दुनिया के मालिक बनने वाले रूहानी बच्चों प्रति रूहानी बाप बैठ समझाते हैं. അതായത് ബാബ പറയാണ് പുതിയ ലോകം, അതായത് പുതിയ വിശ്വം അല്ലെങ്കിൽ പുതിയ ലോകം ബാബയാണല്ലോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അധികാരികളായിട്ട് മാറുന്ന ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. യഹ് തോ ബच्चे समझते हैं कि बाप आए हैं बेहद का वर्षा देने. അതായത് ബാബ പറയാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു. അതായത് ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നതിനായിട്ട് ബാബ വന്നിരിക്കുകയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഹം ലായക് നഹി ദേ कहते हैं हे प्रभु मैं लायक नहीं हूँ मुझे ലായക് ബനാവോ. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾ പറയും ബാബ ഞങ്ങൾ യോഗ്യരല്ല. എന്നിട്ട് ബാബയോട് എന്താ പറയാ? പ്രഭു ഞങ്ങളെ യോഗ്യരാക്കി മാറ്റൂ, ഞങ്ങള് യോഗ്യരല്ല, ഞങ്ങളെ യോഗ്യരാക്കി മാറ്റൂ എന്ന് കുട്ടികൾ പറയും. ബാപ്പ് ബച്ചോं को समझाते हैं तुम मनुष्य तो हो यह देवताएं वो भी मनुष्य है परंतु इनमें दैविक गुण है. അപ്പൊ ബാബ പറയാണ് കുട്ടികളുടെ അടുത്ത്,
നിങ്ങൾ മനുഷ്യർ തന്നെയാണ്, അതുപോലെ ഈ ദേവതമാരും മനുഷ്യർ തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം ബാബ പറയുന്നത്? ദേവതമാരില് ദൈവിക ഗുണങ്ങളുണ്ട്, അല്ലെ? അപ്പൊ നമ്മളും മനുഷ്യരാണ്, ദേവതമാരും മനുഷ്യർ തന്നെയാണ്. പക്ഷെ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസമാണ് ദേവതമാരില് ദൈവിക ഗുണങ്ങളുണ്ട്, അതാണ് വ്യത്യാസം. പിന്നെ ബാബ പറയാണ് ഇനോംകോ സച്ചാ സച്ചാ മനുഷ്യ കഹേങ്കെ, അതായത് ദേവതമാരെയാണ് സത്യം സത്യമായ മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യോമേം ആസുരി ഗുണ ഹോത്തേ ഹേ തോ ചലൻ ജാൻവരോ മിസൽ ഹോ ജാതി ഹേ. ബാബ പറയാണ് ഇപ്പൊ മനുഷ്യരില് ആസുരീയ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് കരുതുക. അപ്പൊ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? മൃഗങ്ങൾക്ക് തുല്യമായിരിക്കും ബാബ പറയാം. ദേവി ഗുൺ നെഹി ഹേ തോ ഉസ്കോ ആസുരി ഗുൺ കഹാ ജാതാ ഹേ. ദൈവിക ഗുണം ഇല്ല എങ്കിൽ പിന്നെ എന്താ പറയാ? പിന്നെ ആസുരീയ ഗുണമാണ്, അല്ലെ? ഒന്നുമില്ലെങ്കിൽ ദൈവിക ഗുണം, അല്ലെങ്കിൽ ആസുരീയ ഗുണം. അപ്പൊ ദൈവിക ഗുണങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ അവരെന്താ പറയാ? അവരില് ആസുരീയ ഗുണമുണ്ടെന്നാണ് പറയുക. പിന്നെ അവരെന്ത് പറയും? മനുഷ്യരെന്ന് പറയില്ല. അപ്പൊ സത്യം സത്യമായ മനുഷ്യരെന്ന് പറയുന്നത് ദേവതമാരാണ്, കാരണം അവരില് ദൈവിക ഗുണങ്ങളുണ്ട് എന്ന് ബാബ പറയാം. അബ് ഫിർ ബാപ് ആക്കർ തുംകോ ശ്രേഷ്ഠ ദേവത ബനാത്തേ ഹേ. ഇപ്പോ വീണ്ടും ബാബ വന്ന് നമ്മൾ കുട്ടികളെ ശ്രേഷ്ഠ ദേവതമാരാക്കി മാറ്റുകയാണ്. സച്ച് മേ രഹനെ വാലെ സച്ചെ സച്ചെ മനുഷ്യ യഹ് ലക്ഷ്മി നാരായൺ ഹേ. ഇനോംകോ ഫിർ ദേവത കഹാ ജാതാ ഹേ. ബാബ പറയാണ് സത്യമായ ഗണ്ഡത്തിൽ വസിക്കുന്ന സത്യം സത്യമായ മനുഷ്യരാണ് ഈ ലക്ഷ്മി നാരായണൻ, അല്ലെ? അവര് സത്യമായ ഗണ്ഡത്തിൽ, അല്ലെ? സത്യയുഗത്തിലാണല്ലോ അവര്. അപ്പൊ അവര് സത്യമായ ഗണ്ഡത്തിലുള്ള സത്യം സത്യമായ മനുഷ്യരാണ്. അവര് ലക്ഷ്മി നാരായണനാണ്. അവരെന്താ പറയാ? ദേവത എന്നാണ് വിളിക്കുക, കാരണം അവരില് ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണ്. ഇനോമേ ദൈവി ഗുണ ഹേ ബൽ ഗാത്തെ ബി ഹേ ഹേ പതീത് പാവൻ ആവോ. അതായത് പറയുന്നുണ്ട്, അല്ലയോ പതീത പാവന വരൂ. പരന്തു പാവൻ രാജായേം കൈസേ ഹോത്തേ ഹേ ഫിർ പതീത് രാജായേം കൈസേ ഹോത്തേ ഹേ യഹ് രാസ് കോയി നഹി ജാൻതേ. ബാബ പറയാണ് അല്ലയോ പതീത പാവന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ് ഈ പാവന രാജാക്കന്മാരെങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ അവര് വീണ്ടും പതീതമായ രാജാക്കന്മാരായിട്ട് എങ്ങനെയാണ് മാറിയത്, ഈ രഹസ്യമൊന്നും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. വഹ്ഹേ ഭക്തി മാർഗ്, ഇതെല്ലാം ഭക്തി മാർഗമാണ് എന്ന് ബാബ പറയാം. ജ്ഞാൻ കോത്തോ ഓർ കോയി ജാൻതാ നഹി, ഈ ജ്ഞാനത്തെ കുറിച്ച് ആർക്കും അറിവില്ല എന്ന് ബാബ പറയാം. ഭക്തി മാർഗത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ ജ്ഞാനത്തെ കുറിച്ച് ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. തും ബച്ചോം കോ ബാപ്പ് സമജാത്താ ഹേ ഓർ ഏസാ ബനാത്തേ ഹേ. ബാബ നമ്മൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്, അല്ലെ? ദേവതമാരെ കുറിച്ചും ദേവതമാരുടെ ദൈവിക ഗുണങ്ങളെ കുറിച്ചെല്ലാം ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. അതുപോലെ ബാബ നമ്മളെ അങ്ങനെയാക്കി മാറ്റുകയും ചെയ്യാണ്, അല്ലെ? ബാബ കേവലം മനസ്സിലാക്കി തരിക മാത്രമല്ല, നമ്മളെ ദേവതമാരാക്കി മാറ്റും ചെയ്യുന്നുണ്ട്. കർമ്മത്തോ യഹ് ദേവതായേം ബി സത്യയുഗമേ കർത്തേ ഹേ പരന്തോ പതീത് കർമ്മ നഹി കർത്തേ ഹേ. അപ്പൊ ബാബ പറയാണ് ഈ കർമ്മം ദേവതമാരും സത്യയുഗത്തില് കർമ്മം ചെയ്യുന്നുണ്ട്, അല്ലെ? പക്ഷേ ബാബ പറയാണ് പതീത കർമ്മം, അല്ലെ? മോശമായ കർമ്മം, അപവിത്രമായ കർമ്മമൊന്നും അവരവിടെ ചെയ്യുന്നില്ല. ഉന്മേം ദൈവീക ഗുണഹേ, കാരണം എന്തുകൊണ്ടാണ്? ദേവതമാരില് ദൈവീക ഗുണമാണുള്ളത്, അപ്പൊ അവരുടെ കർമ്മങ്ങളും ദൈവീകമായിരിക്കും. ചീച്ചി കാം നാ കർണേ വാലേ ഹി സ്വർഗവാസി ഹോത്തേ ഹേ. ബാബ പറയാണ് മോശമായ കർമ്മങ്ങൾ ചെയ്യാത്തതാരാണോ അവർ തന്നെയാണ് സ്വർഗവാസിയായിട്ട് മാറുന്നത്. നരകവാസീസേ മായ ചീച്ചി കാം കരാത്തി ഹേ. അതായത് നരകവാസിയെ കൊണ്ട് മായ എന്ത് ചെയ്യിക്കും? മോശമായ കർമ്മങ്ങൾ ചെയ്യിക്കുമെന്ന് ബാബ പറയാം. अब भगवान बैठ श्रेष्ठ काम कराते हैं और श्रेष्ठ मद देते हैं कि ऐसे चीची काम नहीं करो. ഇപ്പൊ ബാബ ഭഗവാനായിട്ടുള്ള അച്ഛൻ
ഇരുന്ന് നമ്മൾ കുട്ടികളെ കൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. അതുപോലെ ശ്രേഷ്ഠ മതവും നമ്മൾ കുട്ടികൾക്ക് തരുന്നു. എന്നിട്ട് ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും മോശമായ കർമ്മങ്ങൾ ചെയ്യരുത്. കാരണം ബാബ നമ്മളെ കൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ചെയ്യിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ശ്രേഷ്ഠമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഒരിക്കലും മോശമായ കർമ്മം ചെയ്യരുത്. ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ബന്നെ കെ ലിയേ ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ മത് ദേത്തെ ഹേ. ബാബ പറയാണ്, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിട്ട് മാറുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് ബാബ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം നൽകുകയാണ്. ദേവതായേം ശ്രേഷ്ഠ ഹേന, ദേവതമാര് ശ്രേഷ്ഠരല്ലേ എന്ന് ബാബ ചോദിക്കാം. രഹത്തെ ബി ഹേ നയി ദുനിയ സ്വർഗമേം, ദേവതമാരെവിടെയാ വസിക്കുന്നത്? പുതിയ ലോകം, അതായത് സ്വർഗത്തിലാണ് ദേവതമാര് വസിക്കുന്നത്. യഹ് ബി तुम्हारे में नंबरवार पुरुषार्थ अनुसार जानते हैं, इसलिए माला भी बनती है 8 की व 108 की करके 16,108 की भी कहे. वह भी क्या हुआ? ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളും നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് ഈ ബാബ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാല ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? 8ന്റെ മാലയുണ്ട്, 108ന്റെ, അതുപോലെ 16,108ന്റെ മാലയും ഉണ്ടാക്കുന്നുണ്ട്. പല രീതിയിലാണ് മാല ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികള് ഒരേപോലെയല്ല ഈ ജ്ഞാനം എടുക്കുന്നത്, നമ്പർ വാറാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് പല രീതിയിലാണ് മാല ഉണ്ടാക്കുന്നതും. ഇത്തനെ കരോട് മനുഷ്യ ഹേ ഇൻമേം 16,000 നിക്കലേ തോ ക്യാ ഹുവാ. ബാബ പറയുന്നത് ഇത്രയ്ക്കും കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അതില് ഈ 16,000 അതിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ എന്ന് ബാബ ചോദിക്കാം. ക്യാരക്ടർ പെർസെൻറ്റേജ് ബി നിഹി. ബാബ പറയാണ്, അതായത് വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ സ്വഭാവത്തിലൊക്കെ. ബാപ്പ് ബച്ചോം കോ കിത്തന ഊഞ്ച് ബനാത്തേ ഹേ. ബാബ കുട്ടികളെ എത്ര ഉയർന്നവരാക്കിയിട്ടാണ് മാറ്റുന്നത്. रोज बच्चों को समझाते हैं कि कोई भी विकर्म नहीं करो. അതായത് ബാബ കുട്ടികളെ വളരെ ഉയർന്നതാക്കിയിട്ടാണ് മാറ്റുന്നത്. അതുപോലെ ബാബ ദിവസവും മനസ്സിലാക്കി തരുന്നുണ്ട്, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും മോശമായ കർമ്മം ചെയ്യരുത്, വികർമ്മം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നും ബാബ മനസ്സിലാക്കി തരാണ് കുട്ടികൾക്ക്. തുംകോ ഏസാ ബാപ്പ് മിലാ ഹേ തോ ബഹുത് ഖുഷി ഹോനി ചാഹിയേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇത്രയും നല്ല അച്ഛനെ കിട്ടിയില്ലേ, അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. തും സമജ്തേ ഹോ കി ഹംകോ ബേഹദ് കെ ബാപ്പ് നെ അഡോപ്റ്റ് കിയാ ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കുട്ടികളെ പരിധിയില്ലാത്ത അച്ഛനാണ് ദത്തെടുത്തിരിക്കുന്നത്. ഹം ഉൻകെ ബനേ ഹേ, നമ്മൾ ആ ബാബയുടേതായിട്ട് മാറിക്കഴിഞ്ഞു. ബാപ്പ് ഹേ സ്വർഗ കാ രചയിത, ബാബയാണെങ്കിലോ സ്വർഗത്തിന്റെ രചയിതാവാണ്. तो ऐसे स्वर्ग का मालिक बनने के लायक സർവഗുണ സമ്പൻ ബന്നാ പടേ. അപ്പൊ ബാബ ആ സ്വർഗത്തിന്റെ രചയിതാവാണല്ലോ. അപ്പോൾ ആ സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുന്നതിന് വേണ്ടി നമ്മൾ യോഗ്യരാകണം. അപ്പൊ യോഗ്യരാകാൻ സർവഗുണ സമ്പന്നരായിട്ട് മാറണം, അല്ലെ? അപ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ട് മാറുക. യഹ് ലക്ഷ്മി നാരായൺ സർവഗുണ സമ്പന്നതേ. അപ്പൊ ഈ ലക്ഷ്മി നാരായണനെ കുറിച്ച് ബാബ പറയാണ്, ലക്ഷ്മി നാരായണൻ സർവഗുണ സമ്പന്നനായിരുന്നു. ഇനോം കെ ലായകി ഹി മഹിമാ കി ജാതി ഹെ, ഫിർ 84 ജന്മ കെ ബാദ് നാ ലായക് ബൻ ജാത്തെ ഹെ. ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണൻ എന്താണ്, മഹിമയ്ക്ക് യോഗ്യരായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കും? 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും അവര് അയോഗ്യരായിട്ട് മാറുകയാണ്, അല്ലെ? ലക്ഷ്മി നാരായണന്മാര് 84 ജന്മം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും തമോ പ്രധാനായിട്ട് മാറുകയാണ്. ഏക് ജന്മ ബി നീച്ചെ ഉതരേത്തോ ജരാ കല കം ഹുയി. ബാബ പറയണ, ഒരു ജന്മം നമ്മൾ താഴേക്ക് വന്നാൽ മതി, അപ്പൊ തന്നെ കല കുറയുന്നുണ്ട്, അല്ലെ? ഫസ്റ്റ് ഡിവിഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ലക്ഷ്മി നാരായണൻ. അപ്പൊ അവര് 16 കല സമ്പൂർണരായിരിക്കും.
പിന്നീട് അടുത്ത ജന്മം വരുമ്പോഴേക്കും കല കുറച്ച് കുറയുന്നുണ്ട്. ഏസേ ധീരെ ധീരെ കം ഹോത്തി ജാതി ഹെ. അങ്ങനെ പതുക്കെ പതുക്കെ കല കുറയുമെന്ന് ബാബ പറയാം. ജയ്സെ ഡ്രാമ ബി ജ്യൂ മിസൽ ചൽത്താ ഹേന. ബാബ പറയാണ് ഡ്രാമയും അതുപോലെ ഒച്ചിനെ പോലെയാണല്ലോ ഇഴയുന്നത്. വളരെ പതുക്കെയാണ് ഡ്രാമയും നടക്കുന്നത്. തുമ്പി ധീരെ ധീരെ നീച്ചെ ഉത്തരത്തെ ഹോത്തോ 1250 വർഷ में 2 കല കം ഹോ ജാതി ഹെ. ബാബ പറയാണ് നിങ്ങളും ഇതുപോലെ പതുക്കെ പതുക്കെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ 1250 വർഷം കഴിയുമ്പോഴാണ് 2 കല കുറയുന്നത് അല്ലെ. അപ്പൊ വളരെ പതുക്കെയാണ് കല കുറയുന്നത്. പക്ഷെ ബാബ പറയുന്നത് ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് വരുമ്പോഴേക്കും കല കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ പതുക്കെയാണ് കുറയുന്നത്. ഫിർ രാവൺ രാജ്യമേം ജൽദി ജൽദി കല കം ഹോ ജാതി ഹെ. പിന്നീട് രാവണ രാജ്യം എത്തുമ്പോഴോ, അതായത് ദ്വാപരം മുതൽ രാവണ രാജ്യമാണല്ലോ, രാവണ രാജ്യം എത്തുമ്പോൾ വളരെ വേഗത്തിൽ കലകൾ കുറയുന്നു എന്ന് ബാബ പറയാം. ഗ്രഹൺ ലഗ് ജാത്ത ഹെ. കാരണം എന്തുകൊണ്ടാണ്? ഗ്രഹണം സംഭവിക്കുന്നു. ജയ്സെ സൂര്യ ചാന്ദ് കോബി ഗ്രഹൺ ലഗ്താ ഹേന. ബാബ പറയാണ് എങ്ങനെയാണോ ഈ സൂര്യനും ചന്ദ്രനും എല്ലാം ഗ്രഹണം സംഭവിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഗ്രഹണം ഉണ്ടാവുകയാണ് ആത്മാക്കൾക്ക്. അപ്പോൾ പെട്ടെന്ന് കലകൾ കുറയും. ऐसे नहीं कि चंद्रमा सितारों को ग्रहण नहीं लगता है, सबको पूरा ग्रहण लगा हुआ है. ബാബ പറയുന്നത് ഇങ്ങനെയില്ല, അതായത് ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഗ്രഹണം സംഭവിക്കുകയില്ല, അങ്ങനെയില്ല, എല്ലാവർക്കും പൂർണ്ണമായ ഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ് എന്ന് ബാബ പറയാം. അബ് ബാപ്പ് കഹത്തെ ഹേ യാദ് സേ ഹി ഗ്രഹൺ ഉത്തരേഗ. ഇപ്പൊ ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, കുട്ടികളെ ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ ഗ്രഹണം മാറിപ്പോകുന്നത്. കോയി ബി പാപ് നെഹി കരോ. നിങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള പാപവും ചെയ്യരുത്. പെഹല നമ്പർ പാപ് ഹേ ദേഹ് അഭിമാൻ മേം ആന. അപ്പൊ ബാബ പറയാണ് ആദ്യ നമ്പറിലുള്ള പാപം എന്താണ്? ദേഹ അഭിമാനത്തിലേക്ക് വരിക അല്ലെ. ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോഴാണ് ബാക്കിയുള്ള വികാരങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആദ്യ നമ്പറിലുള്ള പാപമാണ് ദേഹാഭിമാനത്തിലേക്ക് വരിക എന്നത്. യഹ് കടാ പാപ് ഹെ. ഇത് വളരെ കടുത്ത പാപമാണ് എന്ന് ബാബ പറയാം. बच्चों को इस एक जन्म के लिए ही शिक्षा मिलती है, क्योंकि अभी दुनिया को चेंज होना है. ബാബ പറയാണ് കുട്ടികൾക്ക് ഈ ഒരു ജന്മം മാത്രമാണ് ഈ പഠിപ്പ് ലഭിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോ ഈ ലോകത്തിന്റെ പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട് അല്ലെ. എപ്പോഴാണോ ഈ വിശ്വത്തിന് പരിവർത്തനം സംഭവിക്കേണ്ടതുള്ളത് ആ സമയത്താണ് നമ്മൾക്ക് ഈ പഠിപ്പ് ലഭിക്കുന്നതെന്ന് ബാബ പറയാം. ഫിർ ഏസി ശിക്ഷ കബി മിൽത്തി നഹി. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠിപ്പ് ലഭിക്കില്ല എന്ന് ബാബ പറയാം. ബാരിസ്റ്ററി ആദി കി ശിക്ഷ തോ തും ജന്മ ജന്മാന്തർ ലേത്തെ ആയേ ഹോ. ബാബ പറയാണ് ഇപ്പൊ വക്കീലാകാനുള്ള പഠിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ജന്മാന്തരം എടുത്തു വന്നിട്ടുണ്ട്. സ്കൂൾ ആദി തോ സദാ ഹേ ഹി. ബാബ പറയാണ് സ്കൂളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. യഹ് ജ്ഞാൻ ഏക് ബാർ മില ബസ്. പക്ഷേ ഈ ജ്ഞാനം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ, പിന്നെ ഇല്ല എന്ന് ബാബ പറയാം. ജ്ഞാൻ സാഗർ ബാപ്പ് ഏക് ഹി ബാർ ആത്തേ ഹേ. ജ്ഞാനസാഗരനായ അച്ഛൻ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് വരുന്നത് അല്ലെ. കൽപ്പത്തില് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ബാബ വരുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകുന്നത്. വഹ് അപ്പന और अपनी रचना के आदि मध्य अंत की सारी നോളജ് देते हैं. ബാബ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാബയുടെ പരിചയവും അതുപോലെ രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ മുഴുവൻ ജ്ഞാനവുമാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. ബാപ്പ കിത്തന സഹജ് സമജാത്തേ ഹേ തും ആത്മായേം പാട്ടുദാരി ഹോ. അപ്പൊ ബാബ വളരെ സഹജമായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ ആത്മാക്കള് പാട്ടുധാരികളാണ്. ആ ഒരു കാര്യം ബാബ വളരെ സഹജമായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. ആത്മായേം അപ്പനെ ഘർ സേ ആകർ യഹാം പാട്ട് ബജാത്തി ഹേ. ആത്മാക്കളുടെ വീട്ടിൽ നിന്ന്, അപ്പോ ഏതാണ് വീട്? പരന്താമം അല്ലെ.
ശാന്തിധാമം, പരന്ധാമം. അപ്പൊ ആത്മാക്കളുടെ വീട്ടിൽ നിന്നും ഇവിടെ വന്നിട്ടാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഉൻകോ മുക്തിധാം കഹാ ജാതാ ഹെ. അപ്പൊ അതിനെന്താ പറയാ, ആത്മാക്കളുടെ വീടിനെ മുക്തിധാം എന്ന് പറയും അല്ലെ, ശാന്തിധാമം എന്നൊക്കെ പറയും. സ്വർഗ് ഹേ ജീവൻ മുക്തി. സ്വർഗത്തെ എന്താ പറയാ, ജീവൻ മുക്തി. യഹാം തോ ഹേ ജീവൻ ബന്ധ്. ഇവിടെ നോക്കുകയാണെങ്കിലോ ഇവിടെ ജീവൻ ബന്ധനമാണ്. സ്വർഗത്തിൽ എന്ന് പറയുന്നത് ജീവൻ മുക്തിയാണ്, പക്ഷെ ഇവിടെ ജീവൻ ബന്ധനമാണ്. കാരണം ഓരോ കർമ്മത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ടാ ബാബ പറയുന്നത് ഇവിടെ ജീവൻ ബന്ധനമാണ്. യഹ് അക്ഷർ ബി യഥാർത്ഥ രീതി യാദ് കർണേ ഹേ. ഈ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് ബാബ പറയാ. മോക്ഷ കബി ഹോത്താ നഹി. മോക്ഷം ഒരിക്കലും ലഭിക്കില്ല. മനുഷ്യ കഹത്തെ ഹേ മോക്ഷ മിൽ ജായേ അർത്ഥാത് ആവാഗമൻ സെ നിക്കൽ ജായേ. അപ്പൊ ബാബ പറയാണ്, മനുഷ്യര് പറയും അവർക്ക് മോക്ഷം വേണം. മോക്ഷം വേണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, ഈ വരവ് പോക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടണം അല്ലെ. ഇവിടേക്ക് വരിക, പിന്നെ പോകുക, പിന്നെ വരിക, ആ ഒരു വരവ് പോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന്, അതായത് മോക്ഷം വേണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. പരന്തു പാർട്ട് സേതോ നിക്കൽ നഹി സത്തേ. ബാബ പറയാണ്, പക്ഷെ പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലെ. ഓരോ ആത്മാക്കൾക്കും അവരവരുടേതായ പാർട്ടുണ്ട്. ആ പാർട്ട് ഇവിടെ വന്ന് അഭിനയിച്ചേ തീരൂ. അതിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് ബാബ പറയാം. യഹ് അനാദി ബനാ ബനായ കേൽ ഹേ. ഇത് അനാദിയായിട്ട് അല്ലെ പൂർവ്വ നിശ്ചിതമായ ഡ്രാമയാണ്, ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ കളിയാണിത്. ഈ കളിയിൽ എല്ലാ ആത്മാക്കളുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ പാർട്ട് അഭിനയിച്ചേ മതിയാകും. വേൾഡ് की हिस्ट्री ജോഗ്രഫി ഹുബഹു റിപ്പീറ്റ് ഹോത്തി ഹെ. ബാബ പറയാണ്, ഈ ലോകത്തിന്റെ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ആവർത്തിക്കും. ഏതുപോലെയാണോ കഴിഞ്ഞ 5000 വർഷം നടന്നിരുന്നത് അതേപോലെ തന്നെ ഇത് വീണ്ടും അല്ലെ, ഈ നാടകം വീണ്ടും ആവർത്തിക്കുമെന്ന് ബാബ പറയാം. സത്യയുഗമേ വഹി ദേവത ആയെങ്കിൽ. സത്യയുഗത്തില് അതേ ദേവതകൾ തന്നെ വരും അല്ലെ. ഏത് ദേവതകളാണോ സത്യയുഗത്തിൽ വന്നത് അതേ ദേവതകൾ തന്നെ കൽപ്പകൽപ്പം സത്യയുഗത്തില് ദേവതമാരായിട്ട് വരും. ഫിർ പീച്ചെ ഇസ്ലാമി ബൗദ്ധി ആദി സബ് ആയെങ്കിൽ. പിന്നീട് അതിനുശേഷം ആരാ വരാ, ഇസ്ലാം മതക്കാർ വരും, ബൗദ്ധികൾ വരും, ക്രിസ്ത്യൻസ് അല്ലെ. ഓരോ ധർമ്മക്കാരും പിന്നീട് വരും. അത് അവരവരുടെ സമയമാകുമ്പോൾ ഓരോ ധർമ്മസ്ഥാപകര് വന്ന് അവരുടെ ധർമ്മം സ്ഥാപിക്കും. പിന്നെ ആ ധർമ്മത്തിലുള്ളവരും വരും. കാരണം ഇത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതാ ബാബ പറയുന്നത്. യഹ് ഹ്യൂമൻ ജാഡ് ബൻ ജായെങ്കിൽ. ബാബ പറയുന്നത് ഇത് പിന്നീട് ഒരു മനുഷ്യ സൃഷ്ടി വൃക്ഷമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഇൻകാ ബീജ് ഊപ്പർ മേ ഹേ. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജം മുകളിലാണ് എന്ന് ബാബ പറയാ. ബാപ്പ് ഹേ മനുഷ്യ സൃഷ്ടി കാ ബീജ് രൂപ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാരാണ്, ബാബയാണ്. മനുഷ്യ സൃഷ്ടി തോ ഹേ ഹി പരന്തു സത്യയുഗമേ ബഹുത്ത് ചോട്ടി ഹോത്തി ഹേ. ഫിർ ധീരെ ധീരെ ബഹുത്ത് വൃദ്ധി ഹോത്തി ജാതി ഹേ. ബാബ പറയാണ്, മനുഷ്യ സൃഷ്ടി വൃക്ഷം തന്നെയാണിത്. പക്ഷെ ബാബ പറയാ സത്യയുഗത്തില് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നീട് പതുക്കെ പതുക്കെയാണ് ഇതിന് വൃദ്ധി ഉണ്ടാകുന്നത്. അച്ഛാ ഫിർ ചോട്ടി കൈസേ ഹോഗി. പിന്നീട് അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ചെറുതായിട്ട് മാറുക അല്ലെ. സൃഷ്ടിവൃക്ഷം തുടക്കത്തിൽ വളരെ കുറച്ചു പേരെ ഉണ്ടാകുള്ളൂ. പിന്നീട് വൃദ്ധി പ്രാപിച്ച് വളരെയധികം എന്താ പറയുക വിസ്താരത്തിലേക്ക് വരും. പിന്നെ വീണ്ടും ചെറുതാകുന്നത് എങ്ങനെയാണ്, ഇത് ബാബ ചോദിക്കാം. ബാപ്പ് ആക്കർ പതീത് സേ പാവൻ ബനാത്തേ ഹേ. പിന്നീട് ബാബ വന്നിട്ടാണ് വീണ്ടും പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നത്. കിത്തനെ തോടെ പാവൻ ബൻതേ ഹേ. അപ്പൊ വളരെ കുറച്ചു പേരാണ് പാവനമായിട്ട് മാറുന്നുള്ളൂ. കോട്ടോമേം കോയി നിക്കൽത്തേ ഹേ. അതായത് കോടിയിൽ ചിലര് മാത്രമാണ് വരുന്നത് അല്ലെ. പാവനമായിട്ട് ബാബ വരുമ്പോ ബാബ പറയുന്നത് കേട്ട് പാവനമായിട്ട് മാറുന്നത് വളരെ കുറച്ചു പേരാണ്. അപ്പൊ വൃക്ഷം വീണ്ടും എന്തായി മാറും, വളരെ ചെറുതായിട്ട് മാറും അല്ലെ. വളരെ കുറച്ചു പേരെ ഉണ്ടാകുള്ളൂ.
അതാ ബാബ പറയുന്നത്, ബാബ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുമ്പോൾ വളരെ കുറച്ചു പേരെ വരുവുള്ളൂ എന്ന് ബാബ പറയാം. ആദാ കൽപ്പ് ബഹുത്ത് തോടെ ഹോത്തേ ഹേ, പകുതി കൽപ്പം വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. ആദാ കൽപ്പമേം കിത്തിനി വൃദ്ധി ഹോത്തി ഹേ, ആ പകുതി കൽപ്പത്തിൽ തന്നെ വൃദ്ധി ഉണ്ടാകുന്നുണ്ട്. तो सबसे जास्ती संप्रदाय उन देवताओं की होनी चाहिए, क्योंकि पहले पहले यह आते हैं परंतु और धर्म में चले जाते हैं, क्योंकि बाप को ही भूल गए हैं. ബാബ പറയാണ്, അതായത് അങ്ങനെയാണെങ്കിൽ അവരുടെ സമ്പ്രദായമാണ് വരേണ്ടത്. പക്ഷെ ബാബ പറയുന്നത്, എന്തുകൊണ്ടാണ് അവര് പക്ഷെ വേറെ ധർമ്മങ്ങളിലേക്കെല്ലാം കൺവെർട്ടായിട്ട് പോവുകയാണ്? അവരെ ബാബയെ തന്നെ മറന്നു, അല്ലെ? ബാബയെ തന്നെ മറന്ന് പല പല ധർമ്മങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്ത് പോയത് കാരണം. അപ്പൊ ആ ദേവതാ സമ്പ്രദായം, അപ്പൊ ബാബ പറയാണ്, ദേവതമാര് അപ്പൊ അവരുടെ സമ്പ്രദായമാണ് കൂടുതൽ വരേണ്ടിയിരുന്നത്. പക്ഷെ ദേവതമാര് ബാബയെ മറന്ന് പല പല ധർമ്മങ്ങളിലേക്ക് കൺവെർട്ടായി പോയത് കൊണ്ട് ബാബ പറയാണ് അത് വരുന്നില്ല. യഹ് ഹേ ഏകജ് ബൂൽ കാക്കേൽ, അതായത് ഇത് എന്താണ്, മറവിയുടെയും ഓർമ്മയുടെയും ഒക്കെ പറയില്ലേ, നമ്മൾ മറക്കും ചെയ്യും പിന്നെ ഓർമ്മ വരും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കളിയാണ് ഇതെന്ന് ബാബ പറയാ. ഭൂൽനേസെ കങ്കാൾ ഹോ ജാത്തേ ഹേ, മറക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ദരിദ്രമായിട്ട് മാറി, അല്ലെ? ബാബയെ മറന്നത് കൊണ്ടാണ് ഇത്രയും ദരിദ്രമായിട്ട് മാറിയത് എന്ന് ബാബ പറയാം. ഭൂൽത്തെ ഭൂൽത്തെ ഏകദം ഭൂൽ ജാത്തേ ഹേ, അങ്ങനെ മറന്ന് അത്രയ്ക്കും മറവിയായി മാറിപ്പോയി എന്ന് പറയാം. കാരണം സ്വയത്തെ തന്നെ മറന്നുപോയി, ബാബയെയും മറന്നു, സ്വയത്തെയും മറന്നു, ഗുണങ്ങളും ശക്തികളെല്ലാം ഒന്നുമില്ലാതായി മാറിയല്ലോ. അതാണ് ബാബ പറയുന്നത്. ഭക്തി ഭി പഹലെ ഏക് ഹി കർത്തേ ഹേ, ക്യോंकि സർവ की സദ്ഗതി करने वाला एक है, फिर दूसरे किसी की भक्ति क्यों करनी चाहिए. ബാബ പറയാണ്, ഭക്തി മാർഗം നോക്കുമ്പോൾ ആദ്യം ഭക്തി ചെയ്തിരുന്നത് ഒരാളെയാണ്. അപ്പൊ ബാബ പറയുന്നത്, എന്തുകൊണ്ടാ ഒരാളെ ഭക്തി ചെയ്തിരുന്നത്? എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാണ് വേറൊരാളുടെ ഭക്തി ചെയ്യുന്നത്? അല്ലെ? എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത് ആരാണ്? ബാബയാണ്. അപ്പൊ പിന്നെ ബാബയെ മാത്രം ഭക്തി ചെയ്താൽ മതിയല്ലോ. പിന്നെ രണ്ടാമതൊരാളെ പിന്നെ എന്തിനാണ് ഭക്തി ചെയ്യുന്നത് എന്ന് ബാബ ചോദിക്കാം. ഇൻ ലക്ഷ്മി നാരായൺ കോബി ബനാനെ വാല തോ ശിവ് ഹേന. ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണന്മാരെയും ഇങ്ങനെയാക്കി മാറ്റിയത് ആരാണ്? ശിവഭഗവാൻ തന്നെയല്ലേ. ശ്രീകൃഷ്ണ ബനാനെ വാല കൈസേ ഹോഗ. അപ്പൊ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഇങ്ങനെ ലക്ഷ്മി നാരായണനൊക്കെ ആക്കി മാറ്റുക? ആക്കി മാറ്റുന്ന ആള് ശ്രീകൃഷ്ണൻ ആയിരിക്കില്ലല്ലോ എന്ന് ബാബ പറയാ. യഹ് തോഹോ നെഹി സക്ത. അതായത് ശ്രീകൃഷ്ണൻ ഒരിക്കലും ആരെയും അങ്ങനെ ദേവതയാക്കി മാറ്റാനൊന്നും സാധിക്കില്ല. രാജയോഗ് സിക്കലാനെ വാല ശ്രീകൃഷ്ണ കൈസേ ഹോഗ. അപ്പൊ ബാബ പറയാണ്, ഈ രാജയോഗം പഠിപ്പിക്കുന്നത് എങ്ങനെ ശ്രീകൃഷ്ണനാകും എന്ന് ബാബ ചോദിക്കാം. വഹ്തോഹേ സത്യയുഗ കാ പ്രിൻസ്. ശ്രീകൃഷ്ണൻ ആരാണ്? സത്യയുഗത്തിന്റെ രാജകുമാരനാണ്. ആ രാജകുമാരൻ എങ്ങനെയാണ് ഈ രാജയോഗമൊക്കെ പഠിപ്പിക്കുക എന്ന് ബാബ ചോദിക്കാം. വഹ്തോഹേ സത്യയുഗ കാ പ്രിൻസ് കിത്തിനി ഭൂൽ കർ ദി ഹേ. അതായത് ബാബ പറയണ എത്ര മാത്രം തെറ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ബാബ പറയാം. ബുദ്ധിമേ ബൈഠാ നഹി ഹേ. അതായത് ഈ കാര്യങ്ങളൊന്നും ബുദ്ധിയിൽ ഇരിക്കുന്നേ ഇല്ല. അബ് ബാപ്പ് കഹത്തെ ഹേ മുझे യാദ് കരോ ഓർ ദൈവി ഗുൺ ധാരൺ കരോ. ഇപ്പൊ ബാബ വന്ന് നമ്മൾ കുട്ടികളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ എന്നെ ഓർക്കൂ, അതുപോലെ ദൈവിക ഗുണങ്ങള് ധാരണ ചെയ്യൂ. കോയി ബി പ്രോപ്പർട്ടി കാ ജഗഡ ആദി ഹേ തോ ഉൻകോ കലാസ് കർ ദോ. നീ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാബ പറയുന്നത് അതെല്ലാം അവസാനിപ്പിക്കൂ. ജഗഡ കർത്തേ കർത്തേ തോ പ്രാൺ ബി നിക്കൽ ജായേങ്കെ. നിങ്ങൾ അങ്ങനെ വഴക്കുകൂടി നിങ്ങളുടെ ജീവൻ തന്നെ പോകുമെന്ന് ബാബ പറയാം. ബാപ്പ് സമജാത്തേ ഹേ ഇസ്നെ ചോടാ തോ കോയി ജഗഡ ആദി തോടെ ഹി കിയ. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്, അതായത് ബ്രഹ്മ ബാബ എല്ലാം ഉപേക്ഷിച്ചുവല്ലോ, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പൊ ആരെങ്കിലും വഴക്കുകളെല്ലാം ഉണ്ടാക്കിയോ എന്ന് ബാബ ചോദിക്കാം. കം മിലാത്തോ ജാനേതോ ഉസ്കോ ഉസ്കെ ബദലേ കിത്തിനി രാജായി മിൽ ഗയി.
അപ്പൊ കുറച്ചാണ് കിട്ടുന്നെങ്കിൽ അത് വിട്ടുകളയൂ. കാരണം ബാബ പറയുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എത്ര ഉയർന്ന രാജ്യ പദവിയാണ് കിട്ടുന്നത് അല്ലെ. ബാബ എന്താ ചെയ്തത്? ബാബയ്ക്ക് എന്താ പറയുക, വജ്രങ്ങളും ഇതൊക്കെ ബാബയ്ക്ക് കല്ലുകൾ പോലെയാണ് തോന്നിച്ചത്. ബാബയ്ക്ക് അതിലൊന്നും ഒരു അർത്ഥം തോന്നിച്ചില്ല. ബാബ പറയുന്നത് എന്താണ്? ബ്രഹ്മ ബാബയ്ക്ക് എന്താ തോന്നിയത്? ഇത്രയും ഉയർന്ന രാജപദവിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അതിനു മുന്നിൽ ഇതൊക്കെ എന്താണ്, ഒന്നുമല്ലല്ലോ. അങ്ങനെ ബാബയ്ക്ക് മനസ്സിലായി. ബാബ ബത്താത്തെ ഹേ മുझे സാക്ഷാത്കാർ ഹുവാ വിനാശ് ഓർ രാജായി കാ തോ കിത്നി ഖുഷി ഹുയി. അതായത് ബാബ പറയാണ് എനിക്ക്, അതായത് ബ്രഹ്മബാബ പറയാണ് എനിക്ക് സാക്ഷാത്കാരം കിട്ടി, വിനാശത്തിന്റെയും അതുപോലെ തന്നെ ഈ രാജപദവി അതിന്റെ ഒക്കെ സാക്ഷാത്കാരം കിട്ടി. അപ്പൊ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. ഹംകോ വിശ്വ ബാദുഷാഹി മിൽനി ഹേ തോ യഹ് സബ് ക്യാ ഹേ. ബാബ പറയാണ് നമ്മൾക്ക് ഇത്രയും വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയാണ് കിട്ടുന്നത്, അപ്പൊ അതിനു മുന്നിൽ ഇതെല്ലാം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഏസെ തോടെ ഹി കോയി ഭൂക്ക് മരേങ്കെ. ആരും വിശന്നിട്ടൊന്നും മരിക്കുന്നില്ലല്ലോ. ബിഗർ പൈസെ വാലേബി പേട്ട് തോ ഭർത്തേ ഹേന. അതായത് പൈസ ഇല്ലാത്തവരും അതായത് വയറൊക്കെ നിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് ബാബ പറയാം. മമ്മാനെ കുച്ച് ലായാ ക്യാ. അതായത് മമ്മ എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് ബാബ ചോദിക്കുകയാണ്. കിത്തന മമ്മാക്കോ യാദ് കർത്തേ ഹേ. എത്ര പേരാണ് മമ്മയെ ഓർമ്മിക്കുന്നത്? बाप कहते हैं याद करते हो यह तो ठीक है, परंतु अभी मम्मा के नाम रूप को याद नहीं करना है. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്, ആ മമ്മയെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, ശരി തന്നെ, പക്ഷേ ബാബ പറയാണ് മമ്മയുടെ നാമരൂപത്തെ നിങ്ങൾ ഓർമ്മിക്കരുത്. ഹംകോ ബി ഉൻ ജൈസി ധാരണ കർണി ഹേ. അതായത് മമ്മ എങ്ങനെയാണോ ധാരണ ചെയ്തത്, ഈ ജ്ഞാനരത്നങ്ങള് മമ്മ എങ്ങനെയാണോ ധാരണ ചെയ്തത് അതുപോലെ നമ്മൾ ധാരണ ചെയ്യണം. അല്ലാതെ നിങ്ങൾ മമ്മയുടെ നാമരൂപത്തെ ഓർക്കരുത് എന്ന് ബാബ പറയാം. ഹംബി മമ്മ ജൈസ അച്ഛേ ബൻകർ ഗദ്ദി ലായക് ബനെ. നമ്മൾ കുട്ടികൾക്കും മമ്മയെ പോലെ നല്ലതായിട്ട് മാറിയിട്ട്, അതായത് ഗദ്ദിയിലിരിക്കാനായിട്ടുള്ള യോഗ്യത ഉണ്ടാകണം മമ്മയെ പോലെ എന്ന് ബാബ പറയാം. സിർഫ് മമ്മാക്കി മഹിമ കർണേസെ തോടെ ഹി ഹോ ജായേങ്കെ. അതായത് നിങ്ങൾ കേവലം മമ്മയുടെ മഹിമയൊക്കെ പാടിയിട്ടൊന്നും അങ്ങനെ ആയിത്തീരില്ല അല്ലെ. കേവലം മമ്മയുടെ മഹിമ പാടിക്കൊണ്ടിരുന്നാലൊന്നും ആകില്ല. പുരുഷാർത്ഥം ചെയ്ത് മമ്മയെ പോലെ ആകണം. മമ്മ എങ്ങനെയാണോ ഈ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്തത്, മമ്മ എങ്ങനെയാണോ ഗദ്ദിയിലിരിക്കാൻ യോഗ്യതയുള്ളവളായിട്ട് മാറിയത്, അതുപോലെ നമ്മൾ കുട്ടികളുമാകണം. അതാണ് വേണ്ടത്. അല്ലാതെ കേവലം മമ്മയുടെ മഹിമ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. ബാപ്പു തോ കഹത്തെ ഹേ മാമേഘം യാദ് കരോ യാദ് കി യാത്രാമേ രഹനാ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്? എന്നെ മാത്രം ഓർമ്മിക്കൂ, ഓർമ്മയുടെ യാത്രയിൽ നിങ്ങൾ ഇരിക്കണം. മമ്മ ജൈസ ജ്ഞാൻ സുനാനാ ഹേ. മമ്മ ഏതുപോലെയാണോ ജ്ഞാനം കേൾപ്പിച്ചിരുന്നത് അതുപോലെ നിങ്ങളും ജ്ഞാനം കേൾപ്പിക്കണം മറ്റുള്ളവർക്ക്. മമ്മാക്കി മഹിമാക്ക സബൂത്ത് തബ് ഹോ ജബ് തുംബി ഏസേ മഹിമ ലായക് ബൻകർ ദിക്കാവോ. അപ്പൊ ബാബ പറയാണ് മമ്മയുടെ മഹിമ ഉണ്ടല്ലോ, മമ്മയ്ക്ക് മഹിമയുണ്ട്. ആ മഹിമയ്ക്ക് തെളിവ് എപ്പോഴാണ് ഉണ്ടാവുക? നിങ്ങൾ കുട്ടികളും അതുപോലെ തന്നെ യോഗ്യതയുള്ളവരായിട്ട് മാറുമ്പോഴാണ് മമ്മയുടെ മഹിമയ്ക്കും തെളിവുണ്ടാവുക എന്ന് ബാബ പറയാം. അപ്പൊ നിങ്ങളും യോഗ്യരായിട്ട് മാറി കാണിക്കണം, അപ്പോഴാണ് മമ്മയുടെ മഹിമയ്ക്ക് തെളിവുണ്ടാവുക. സിർഫ് മമ്മ മമ്മ കഹനേസെ പേട്ട് നഹി ഭരേഗ. നിങ്ങൾ കേവലം മമ്മ മമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ വയറ് നിറയില്ല എന്ന് പറയാം. ഓർ ഹി പേട്ട് പീട്ട് സെ ലഗ് ജായേഗ. അപ്പൊ വയറ് ഒന്നുകൂടെ ചുരുങ്ങി പോകുന്നു പറയാ ബാബ. ശിവബാബാക്കോ യാദ് കർണേസെ പേട്ട് ഭരേഗ. അതായത് ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് നമ്മൾ ഭർപ്പൂരായിട്ട് മാറുക, സമ്പന്നമായിട്ട് മാറെപ്പോഴാണ്? ബാബയെ ഓർമ്മിക്കുമ്പോഴാണ്. ഇസ് ദാദാക്കോ ബി യാദ് കർണേസെ പേട്ട് നഹി ഭരേഗ. ഈ ദാദയെ ഓർമ്മിച്ചാലും നമ്മൾ സമ്പന്നമായിട്ട് മാറില്ല അല്ലെ. ദാദയെ ഓർമ്മിച്ചിട്ടും അല്ലെങ്കിൽ മമ്മയെ ഓർമ്മിച്ചാലൊന്നും സമ്പന്നമായിട്ട് മാറില്ല. ശിവബാബയെ ഓർമ്മിക്കണം, അപ്പോഴാണ് സമ്പന്നമായിട്ട് മാറുക. യാദ് കർണാ ഹേ ഏക് കോ.
ഓർമ്മിക്കേണ്ടത് ഒരാളെയാണ്. ബലിഹാരി ഏക് കി ഹേ, ബലിയർപ്പണമാകേണ്ടതും ഒരാളിൽ തന്നെയാണ് എന്ന് ബാബ പറയാം. യുക്തിയാം രജനി ചാഹിയെ സർവീസ് കി, ബാബ പറയാണ് നിങ്ങൾ സേവനമൊക്കെ ചെയ്യാനുള്ള യുക്തികളെല്ലാം രചിക്കണം അല്ലെ. ബാബയുടെ ഈ പരിചയം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും, ബാബ തരുന്ന ഈ ജ്ഞാനം എത്ര പേർക്ക് എങ്ങനെ കൊടുക്കുന്നുള്ള യുക്തികളെല്ലാം നിങ്ങൾ രചിക്കണം എന്ന് പറയാം ബാബ സേവനത്തെ പ്രതി. സദൈവ് മുഖസേ ഫൂൽ നിക്കലേ, സദൈവ് അതായത് സദാ നിങ്ങളുടെ മുഖത്തിൽ നിന്നും പുഷ്പങ്ങൾ വരണം. പുഷ്പങ്ങൾ വരിക അർത്ഥം എന്താണ്? നല്ല നല്ല വാക്കുകൾ, ജ്ഞാനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. ബാബ പറയാണ് അഗർ കാട്ടെ പത്തർ നിക്കൽത്തെ ഹേ തോ പത്തർ കെ പത്തർ ടഹരെ, ഇനി അഥവാ നിങ്ങളുടെ വായിൽ നിന്നും മുള്ളോ കല്ലോ വരികയാണെങ്കിൽ നിങ്ങൾ കല്ലായിട്ട് തന്നെ ഇരിക്കും അല്ലെ. അതായത് കല്ല് മുള്ള് വരിക അർത്ഥം എന്താണ്? മോശമായ വാക്കുകൾ, കടുത്ത വാക്കുകൾ, അങ്ങനെയുള്ള അതായത് മറ്റുള്ളവരെ ദുഃഖം കൊടുക്കുന്ന വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകൾ വരാണെങ്കിൽ ബാബ പറയുന്നത് അങ്ങനെ തന്നെ ആയിട്ടിരിക്കും. നിങ്ങളുടെ വായിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങളായിരിക്കണം അല്ലെ. മറ്റുള്ളവർക്ക് സുഖം നൽകുന്ന വാക്കുകളായിരിക്കണം, അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളായിരിക്കണം നമ്മളുടെ വായിൽ നിന്നും വരേണ്ടത്. ഗുണ ബഹുത് അച്ഛേ ധാരൺ കർണേ ഹേ, നിങ്ങൾ ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യണം എന്ന് ബാബ പറയാം. തുംകോ യഹാം സർവഗുണ സമ്പൻ ബന്നാഹേ, നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സർവഗുണ സമ്പന്നനായിട്ട് മാറേണ്ടത്. സജാ കായെങ്കെ തോ ഫിർ പദ് അച്ഛാ നഹി മിലേഗ, ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പദവി കിട്ടില്ല അല്ലെ. ബാബ എപ്പോഴും പറയാറുണ്ട് ബാബയുടേതായി മാറി നിങ്ങൾ തെറ്റു ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ല പദവി ലഭിക്കില്ല. അതാ ബാബ പറയുന്നത്. യഹാം ബച്ചേ ആത്തേ ഹേ ബാപ് സെ ഡയറക്റ്റ് സുന്നെ, ഇവിടെ കുട്ടികൾ എന്തിനാ വരുന്നത്? മധുബനിലെ കുട്ടികൾ എന്തിനാ വരുന്നത്? ബാബയിൽ നിന്നും ഡയറക്റ്റ് കേൾക്കുന്നതിനാണ്. യഹാം താജ താജ നശ ബാബ ചടാത്തേ ഹേ, ഇവിടെയാണെങ്കിലോ ബാബ അങ്ങനെ കുട്ടികൾക്ക് നല്ല ലഹരി ഉണർത്തും. സെന്റർ പർ നശ ചടുത്താ ഹേ ഫിർ ഗർ ഗയേ സംബന്ധി ആദി ദേക്കേ തോ കലാസ്. അപ്പൊ ബാബ പറയാണ് സെന്ററിലൊക്കെ വരുമ്പോ കുട്ടികൾക്ക് നല്ല രീതിയിൽ ലഹരിയൊക്കെ ഉണരും. കാരണം ബാബയിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ സന്മുഖത്തിരുന്ന്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് ലഹരി ഉണരും. പിന്നീട് ബാബ പറയാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള സംബന്ധികളെയൊക്കെ കണ്ടു കഴിഞ്ഞു, ആ ലഹരിയെല്ലാം പോയി. യഹാം തും സമജ്തേ ഹം ബാബാക്കെ പരിവാർമേം ബൈഠേ ഹേ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങള് ബാബയുടെ കുടുംബത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കും. വഹാം ആസുരി പരിവാർ ഹോത്താ ഹേ, തിരിച്ചു വീട്ടിലേക്ക് ചെന്നാലോ എന്താ തോന്നാ? ആസുരിയ കുടുംബത്തിലാണ് ഇരിക്കുന്നതെന്ന് തോന്നും. കിത്തനെ ജഗടെ ആദി രഹത്തെ ഹേ, എത്രമാത്രം വഴക്കുകളും എല്ലാമാണ് ഉണ്ടാകുന്നത്. വഹാം ജാനേ സേഹി കിച്ചട് പട്ടിമേം ജാക്കർ പടുത്തേ ഹേ, അതായത് തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുപ്പത്തൊട്ടിയിൽ പോയ പോലെയാണെന്ന് ബാബ പറയാം. കാരണം പിന്നെ അവിടെയുള്ളതെന്ന് പറയുമ്പോൾ വൈബ്രേഷൻ മാറും അല്ലെ, ആളുകൾ മാറും. അപ്പോൾ എന്താണ്, ഒക്കെ ആസുരീയ സ്വഭാവ സംസ്കാരമുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ വൈബ്രേഷൻ തന്നെ മാറും, സ്ഥിതി തന്നെ മാറും. പക്ഷെ ബാബയുടെ അടുത്ത് ബാബയുടെ സന്മുഖത്തിരിക്കുമ്പോൾ എന്താണ്, വളരെയധികം ലഹരിയായിരിക്കും. കാരണം ആ പരിവാരം തന്നെ ദൈവീക പരിവാരത്തിലാണല്ലോ നമ്മളിരിക്കുക. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു ബാബ പറയാം. യഹാം തോ തുംകോ ബാപ്പ ബോൽനാ നഹി ചാഹിയേ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇവിടെ ബാബയെ മറക്കരുത് എന്ന് ബാബ പറയാം. ദുനിയാമേം സച്ചി ശാന്തി കിസ്കോ ബി മിൽ നാ സകേ, ബാബ പറയണ ലോകത്തില് സത്യമായിട്ടുള്ള ശാന്തി ആർക്കും ലഭിക്കുക സാധ്യമല്ല എന്ന് ബാബ പറയാം. പവിത്രത, സുഖ, ശാന്തി, സമ്പത്തി സിവായി ബാപ്പ് കെ കോയി ദേ നഹി സക്ത, അതായത് പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത്, ഇത് ബാബയെ കൂടാതെ വേറെ ആർക്കും ഇത് നൽകാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ऐसे नहीं कि बाप ആശീർവാദ കർത്തേ ഹേ ആയുഷ്മാൻ ഭവ പുത്രവാൻ ഭവ. അപ്പൊ ബാബ പറയണ ഇങ്ങനെയൊന്നുമില്ല. അതായത് ബാബ അനുഗ്രഹിക്കും, ആശീർവാദം തരും, അതായത് ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പുത്രവാൻ ഭവ എന്ന് പറഞ്ഞ് ബാബ എന്താണ് ആശീർവാദം തരുമെന്നൊക്കെ കരുതില്ല. ബാബ പറയണ അങ്ങനെയൊന്നുമില്ല.
നെഹി ആശീർവാദ സേ കുച്ച് ബി നെഹി മിൽത്ത. ആശീർവാദം തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടില്ല, അല്ലേ? നമുക്ക് ബാബ ആശീർവാദം തന്നത് കൊണ്ടൊന്നും നമുക്ക് ശക്തിയോ അതൊന്നും കിട്ടില്ല. ബാബ പറയുന്നത് അത് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തേ മതിയാകൂ, അല്ലെ? ബാബയെ ഓർമ്മിച്ച് പുരുഷാർത്ഥം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ശക്തികളും ഗുണങ്ങളും ഒക്കെ ലഭിക്കുക. അല്ലാതെ ബാബ പറയുന്നത് ആശീർവാദത്തിലൂടെ ഒന്നും നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന് ബാബ പറയാം. യഹ് മനുഷ്യോം കി ഭൂൽ ഹേ, ഇത് മനുഷ്യരുടെ തെറ്റാന്ന് ബാബ പറയാം. അതായത് മനുഷ്യർ തെറ്റായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്, ബാബ ആശീർവാദം തന്നാലെല്ലാം ശരിയാകുമെന്നൊക്കെ തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ് മനുഷ്യർ. സന്യാസി ആദി ബി ആശീർവാദ് നെഹി കർ സക്തേ. അപ്പൊ സന്യാസിമാരുണ്ടല്ലോ, അവർക്കും അങ്ങനെ ആശീർവാദമൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ആജ് ആശീർവാദ് ദേത്തെ കൽ ഖുദ് ഹി മർ ജാത്തെ. അതായത് ഇന്ന് ആശീർവാദം കൊടുക്കും, ആയുഷ്മാൻ ഭവ പുത്രഭവ എന്നൊക്കെ പറഞ്ഞ ഇന്ന് ആശീർവാദം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവര് ശരീരം വിട്ട എന്തുണ്ടാകും? അപ്പൊ സന്യാസിമാർക്കും അതുപോലെ ആശീർവാദം ഒന്നും തരാൻ കഴിയില്ല എന്ന് ബാബ പറയാം. പോപ്പ് ബി ദേക്കോ കിത്തനെ ഹോക്കർ ഗയേ ഹേ, ഗുരു ലോഗോം കി ഗദ്ദി ചൽത്തി ഹേ, छोटे पन में भी गुरु मर जाते हैं, फिर दूसरा कर लेते या छोटे चेले को ഗുരു ബനാ ദേത്തെ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ പോപ്പിൽ നോക്കുകയാണെങ്കിൽ പോപ്പും അത് കുറെ പേര് മാറി മാറി കടന്നു പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഒരു ഗുരു ഉണ്ടെങ്കിൽ അവരുടെ കാലശേഷം പിന്നെ അടുത്ത ആള് വരും, അല്ലെ? ആ അടുത്ത ആളായിരിക്കും ആ സ്ഥാനത്ത് വരിക. ഇനി അഥവാ ഗുരു വളരെ ചെറുതിലെ തന്നെ മരിച്ചു പോകുകയാണെങ്കിൽ ബാബ പറയുന്നത് പിന്നെ അടുത്ത ആളെ എടുക്കും, ഇല്ലെങ്കിൽ ചെറിയ കുട്ടിയെ വരെ ഗുരുവായിട്ട് മാറ്റുമെന്ന് ബാബ പറയാം. യഹ്തോ ബാപ് ദാദാ ഹേ ദേനെ വാല. ഈ ബാപ് ദാദയാണെങ്കിലോ തരുന്നവനാണെന്ന് പറയാം, അല്ലേ? യഹ് ലേക്കർ ക്യാ കരേങ്കെ. അല്ലാതെ ബാബ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ബാബ എപ്പോഴും ദാതാവാണ്, അല്ലെ? ബാബ എടുക്കുന്ന ആളല്ല, കൊടുക്കുന്ന ആളാണ്. അപ്പൊ ബാബ പറയാണ്, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ബാബു തോ നിരാകാർ ഹേന. ബാബ നിരാകാരനല്ലേ? ഈ നിരാകാരനായ ബാബ ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ബാബ പറയാണ്, ലേങ്കെ സാകാർ. സാകാരത്തിലാണ് എടുക്കുന്നത്. യഹ്ബി സമജനേക്ക് ബാത്ത് ഹെ. ഇതും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ബാബ പറയാം. ऐसा कभी नहीं कहना चाहिए कि हम शिव बाबा को देते हैं. ബാബ പറയാണ്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഞങ്ങൾ ശിവബാബയ്ക്ക് കൊടുത്തു, അങ്ങനെ പറയരുത്. നെഹി ഹംനെ ശിവബാബാസെ പദ്ലിയ ദിയാ നെഹി. എങ്ങനെയാ പറയേണ്ടത്? നമ്മൾ ശിവബാബയിൽ നിന്നാണ് എടുക്കുന്നത്, അല്ലാതെ ശിവബാബയ്ക്ക് കൊടുക്കുകയല്ല. ശിവബാബയിൽ നിന്ന് നമ്മൾ കോടികൾ എടുക്കുകയാണ്. ബാബാ തോ തുംകോ അൺഗിനത്ത് ദേത്തെ ഹേ. ബാബ നിങ്ങൾക്ക് അളവില്ലാത്ത അത്രയുമാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ബാബ ദാതാവാണ്. ബാബ നിങ്ങൾക്ക് അളവില്ലാത്ത അത്രയുമാണ് തരുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ തോന്നരുത്, ഞാൻ ശിവബാബയ്ക്ക് കൊടുത്തു, അങ്ങനെ തോന്നരുതെന്ന് ബാബ പറയാം. ബാബ പറയാണ്, ശിവബാബ തോ ദാതാ ഹേ, തും ഉൻകോ ദേംഗെ കൈസേ. ശിവബാബ തരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ശിവബാബയ്ക്ക് കൊടുക്കും? പിന്നെ मैंने दिया यह समझने से फिर देह अभिमान आ जाता है. ഞാൻ കൊടുത്തു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് എന്താണ്? അത് ദേഹാഭിമാനത്തിലേക്ക് വരാണ്, അല്ലെ? ഞാൻ കൊടുത്തു, ഞാൻ ഇത്ര ചെയ്തു, ഞാൻ ബാബയ്ക്ക് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരിക, അർത്ഥം അത് ദേഹാഭിമാനമാണ്. നമ്മൾ ഒരിക്കലും ബാബയ്ക്ക് കൊടുക്കുകയല്ല, നമ്മൾ നമ്മുടെ തന്നെ എന്താണ് ഖജനാവ് വർദ്ധിപ്പിക്കുകയാണ്, നമ്മുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ. അപ്പൊ ബാബ നമുക്ക് കോടികളാണ് തരുന്നത്. അപ്പൊ ബാബയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മളൊരു സേവനം ബാബയ്ക്ക് ചെയ്യുക, അർത്ഥം നമ്മൾ നമ്മുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുകയാണ്, നമ്മൾ തന്നെ കോടികൾ സമ്പാദിക്കുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഒരിക്കലും ബാബയ്ക്ക് ഞാൻ കൊടുത്തു എന്നുള്ള തോന്നല് നമ്മളിൽ വരാൻ പാടില്ല എന്ന് ബാബ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ അതെന്താണ്? ദേഹാഭിമാനത്തിലേക്ക് വരികയാണ്. ഹം ശിവബാബാസെ ലേ രഹേ ഹേ. നമ്മൾ ശിവബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബാ കെ പാസ് ഇത്തനെ ഡേർ ബച്ചെ ആത്തെ ഹേ, ആക്കർ രഹത്തെ ഹേ തോ പ്രബന്ധ ചാഹിയേന. ബാബ പറയാണ്, ബാബയുടെ അടുത്തേക്ക് എത്ര ധാരാളം കുട്ടികളാണ് വരുന്നത്, അല്ലെ? എത്രമാത്രം കുട്ടികളാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് അവർക്ക് അവിടെ താമസിക്കണമെങ്കിൽ അതിൻ്റെതായ സൗകര്യങ്ങളെല്ലാം വേണ്ടേ? ഗോയാ തും ദേത്തേ ഹോ അപ്പനെ ലിയേ. അപ്പൊ ബാബ പറയാണ്,
നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് ബാബ പറയാ. ഉൻകോ അപ്ന തോടേഹി കുച്ച് കർണാഹേ. അപ്പൊ ബാബ പറയുന്നത് ബാബയ്ക്കല്ലാതെ അത് എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് പറയാം. രാജധാനി ബി തുംകോ ദേത്തേ ഹേ ഇസ്ലിയേ കർത്തേ ബി തും ഹോ. രാജധാനി ആർക്കാണ് ലഭിക്കുന്നത്? നമ്മൾ കുട്ടികൾക്കാണ് രാജധാനി ലഭിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടതും ആരാണ്? നമ്മൾ കുട്ടികളാണ് എന്ന് ബാബ പറയാണ്. തുംകോ അപ്പനെ സേ ബി ഊഞ്ച് ബനാത്താ ഹൂം. ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ എന്നെക്കാളും ഉയർന്നതാക്കിയിട്ടാണ് മാറ്റുന്നത്. ഏസേ ബാപ്പുക്കോ തും ഭൂൽ ജാത്തേ ഹോ. അങ്ങനെയുള്ള അച്ഛനെ നിങ്ങൾ മറക്കുകയാണോ എന്ന് ബാബ ചോദിക്കാം. ആദാ കൽപ്പ് പൂജ്യ ആദാ കൽപ്പ് പൂജാരി. പൂജ്യ ബൻനെ സേ തും സുഖദാം കെ മാലിക് ബൻതേ ഹോ, ഫിർ പൂജാരി ബൻനെ സേ ദുഃഖദാം കെ മാലിക് ബൻ ജാത്തേ ഹോ. ബാബ പറയാണ്, അരക്കൽപ്പം നിങ്ങൾ പൂജ്യരാണ്, പിന്നീട് അരക്കൽപ്പം നിങ്ങൾ പൂജാരിയാണ്. അതായത് ബാബ പറയാണ്, നിങ്ങൾ പൂജ്യരായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്. പിന്നീട് അതിനുശേഷം നിങ്ങൾ പൂജാരിയായിട്ട് മാറുമ്പോൾ അതെന്തായി മാറും? ദുഃഖധാമത്തിന്റെ അധികാരിയായിട്ട് മാറുമെന്ന് ബാബ പറയാം. യഹ് ബി കിസ്കോ പതാ നഹി കി ബാപ്പ് കബ് ആകർ സ്വർഗ കാ സ്ഥാപൻ കർത്തേ ഹേ. ബാബ പറയാണ്, ഇത് ആർക്കും അറിയില്ല. അതായത് ബാബ എപ്പോഴാണോ വരുന്നതെന്നും ബാബ വന്നിട്ട് എപ്പോഴാണ് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. ഇൻ ബാത്തോം കോ തും സംഗമയുഗി ബ്രാഹ്മൺ ഹി ജാൻതേ ഹോ. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണര് മാത്രമാണ് അറിയുന്നത്, അല്ലെ? നമ്മൾ കുട്ടികൾക്കാണ് ബാബ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നത്, അല്ലെ? ബാബ എപ്പോഴാണ് വരുന്നത്, വന്നിട്ട് എങ്ങനെയാണ് സ്വർഗം സ്ഥാപന ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തന്നത്. ബാബ പറയാണ്, നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരാണ് ഇതിനെപ്പറ്റി അറിയുന്നതെന്ന് ബാബ പറയാം. ബാബ ഇത്തന അച്ചി രീതി സമജാത്തെ ഹേ ഫിർ ബി ബുദ്ധി മേ നഹി ബൈഠാ. ബാബ പറയാണ്, ബാബ എത്ര നല്ല രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, എന്നിട്ടും നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നില്ല. ജൈസെ ബാബ സമജാത്തെ ഹേ ഏസാ യുക്തി സെ സമജാനാ ചാഹിയേ. ബാബ എങ്ങനെയാണോ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലെ? ബാബ വളരെ യുക്തിപൂർവമാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ബാബ പറയാണ്, അതുപോലെ തന്നെ യുക്തിപൂർവം വേണം നിങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനെന്ന് ബാബ പറയാം. പുരുഷാർത്ഥക്കാർ ഏസാ ശ്രേഷ്ഠ ബന്നാ ഹേ. ബാബ പറയാണ്, പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ ശ്രേഷ്ഠരായിട്ട് മാറണം. ബാപ്പ് ബച്ചോം കോ സമജാത്താ ഹേ ബച്ചോ മേ ബഹുത് അച്ഛേ ദൈവി ഗുൺ ഹോനെ ചാഹിയേ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, കുട്ടികളിൽ നല്ല രീതിയിൽ ദൈവിക ഗുണങ്ങൾ വേണം. അതായത് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം കുട്ടികൾ. അപ്പൊ ബാബ അത് മനസ്സിലാക്കി തരാണ് കുട്ടികൾക്ക്. കോയി ബാത്ത് മേ രൂട്ടന നഹി ഷക്കൽ മൂർദ് ജൈസി നഹി കർണി ഹേ. ബാബ പറയണ, നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങൾ പിണങ്ങരുത്. അതുപോലെ മുഖം ഇങ്ങനെ ജഡാവസ്ഥയിലിരിക്കുക, അല്ലെ? ചിരിക്കുക, അങ്ങനെ ഒരു പുഞ്ചിരിയോ ഒന്നുമില്ലാത്തൊരു സന്തോഷമോ പുഞ്ചിരിയോ പ്രസന്നതയോ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു ജഡാവസ്ഥയിൽ മുഖം ഇരിക്കുക, അങ്ങനെയും പാടില്ല. നിങ്ങൾ അതുപോലെ പിണങ്ങാൻ പാടില്ല. ബാപ്പ് കഹത്തെ ഹേ ഏസേ കോയി കാം അഭി നഹി കരോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ചെയ്യരുത്. ചണ്ഡി ദേവി കാ ഭി മേള ലഗ്താ ഹേ. ചണ്ഡിക ദേവിയുടെയും മേളയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചണ്ഡിക ഉൻകോ കഹത്തെ ഹേ ജോ ബാപ്പു കി ശ്രീമത്ത് പർ നഹി ചൽത്തി. അപ്പൊ ബാബ പറയാണ്, ആരാണോ ബാബയുടേതായിട്ട് മാറിയിട്ടും ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടക്കാത്തത് അവരെയാണ് ചണ്ഡിക എന്ന് പറയുക. ജോ ദുഃഖ് ദേത്തി ഹേ ഏസി ചണ്ഡികാവോം കാ ഭി മേള ലഗ്താ ഹേ. അതായത് ബാബ പറയുന്നത്, ആരാണോ ദുഃഖം കൊടുക്കുന്നത്, ബാബയുടേതായിട്ട് മാറിയിട്ടും ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുക, അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ചണ്ഡിക എന്ന് പറയുന്നത്. ആ ചണ്ഡികാദേവിയുടെയും മേളയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ബാബ പറയാ. മനുഷ്യ അജ്ഞാനി ഹേന അർത്ഥത്തോടെ ഹി സമജത്തേനഹി. ബാബ പറയാണ്, മനുഷ്യര് അജ്ഞാനികളാണല്ലോ, അതുകൊണ്ട് അർത്ഥം ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാ. കോയിമേ താക്കത്ത് നഹി ബഹുത്തോ ജൈസേ
കോഖലേ ഹെ. ബാബ പറയുന്നത് ആരിലും ശക്തിയില്ല എന്ന് പറയാം. ബാബ ആരിലും ശക്തിയില്ല, എല്ലാവരും പൊള്ളയാണെന്ന് പറയാം. തും ബാബാ കോ അച്ചി രീതി യാദ് കർത്തേ ഹോ തോ ബാപ്പ് ദ്വാര തുമേം താക്കത്ത് മിൽത്തി ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബയിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് ശക്തി ലഭിക്കും. परंतु यहाँ रहने भी बहुतों की बुद्धि बाहर में भटकती रहती है, इसलिए बाबा कहते हैं यहाँ चित्रों के सामने बैठ जाओ तो तुम्हारी बुद्धि इसमें बिजी रहेगी. ബാബ പറയാണ്, ബാബ ഇത്രയും നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ, നല്ല രീതിയിൽ. പക്ഷെ ബാബ പറയാണ്, ഇവിടെ ഇരുന്നിട്ടും കുറെ പേരുടെ ബുദ്ധി ബാബ പറയാണ് പുറത്തലയുകയാണ് അല്ലെ. ബാബയുടെ സന്മുഖത്തിരുന്നിട്ടും കുറെ പേരുടെ ബുദ്ധി പുറത്തലയുകയാണ്. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ഈ ചിത്രങ്ങൾ ഉണ്ടല്ലോ, ബാബയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് കോഴ്സിന്റെ ഒക്കെ, ആ ചിത്രങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഇരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി അതിൽ ബിസിയാകും. അപ്പൊ ഓരോ ചിത്രത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആ ചിത്രത്തെ പറ്റി നമ്മൾ വിചാരസാഗര മഥനം ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ബിസി ആയിരിക്കും. गोले पर सीढ़ी पर किसको समझावो तो बोलो सत्ययुग में बहुत थोड़े मनुष्य होते हैं. ബാബ പറയുന്നത്, സൃഷ്ടിചക്രത്തിന്റെ ചിത്രം, അതുപോലെ ഏണിപ്പടിയുടെ ചിത്രം, ഇതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ആ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും പറയൂ, അതായത് സത്യയുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരിക്കുള്ളൂ. അബീത്തോ ഡേർ മനുഷ്യരെ, ഇപ്പൊ നോക്കാണെങ്കിലോ വളരെയധികം മനുഷ്യരാണ്. ബാപ്പ് कहते हैं मैं ब्रह्मा के द्वारा नई दुनिया की स्थापना कराता हूँ, पुरानी दुनिया का विनाश कराता हूँ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയണം, അതായത് ബാബ പറയുകയാണ്, ഞാൻ ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്, അതുപോലെ പഴയ ലോകത്തിന്റെ വിനാശവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ऐसे ऐसे ബൈട്ട് പ്രാക്ടീസ് കർണി ചാഹിയെ. ബാബ പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ഓരോ ചിത്രങ്ങളും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് ബാബ പറയാം. अपना मुख आपे ही खोल सकते हैं, अंदर में जो चलता है वह बाहर में भी निकलना चाहिए. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ തുറക്കണം, അതായത് നിങ്ങളുടെ വായ് നിങ്ങൾ തന്നെ തുറക്കണം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? എന്തൊക്കെയാണോ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്, അപ്പൊ എന്തൊക്കെയാണോ നമ്മളുടെ ഉള്ളിൽ ധാരണയായിട്ടുള്ളത്, അത് നമ്മൾ തന്നെ പുറത്തേക്ക് പറയണം അല്ലെ. നമ്മുടെ ഉള്ളിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. ബാബ പറയാണ്, വഹ് ബാഹർ മേ ബി നിക്കൽന ചാഹിയെ, അതായത് ഉള്ളിൽ എന്തൊക്കെയുണ്ടോ ധാരണയുണ്ടായിട്ടുള്ളത് അതെല്ലാം പുറത്തേക്കും വരണം. ഗൂങ്കേത്തോ നഹി ഹോന, ബാബ പറയുന്നത് നിങ്ങൾ ഊമയൊന്നുമല്ലല്ലോ, നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഗർമേം രാഡിയ മാർനെ കെ ലിയെ മുഖ് കുൽത്താ ഹെ, ജ്ഞാൻ സുനാനെ കെ ലിയെ നഹി കുൽത്താ. ബാബ പറയുന്നത്, വീട്ടില് വഴക്കുകളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളുടെ മുഖം തുറക്കുന്നുണ്ടല്ലോ അല്ലെ, വായ് തുറക്കുന്നുണ്ടല്ലോ. പക്ഷേ ബാബ പറയുന്നത്, ജ്ഞാനം കേൾപ്പിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തുറക്കുന്നില്ല അല്ലെ. നമ്മൾക്ക് വായ് തുറക്കേണ്ടത് എന്തിനായിരിക്കണം? ജ്ഞാനം കേൾപ്പിക്കാനായിരിക്കണം, മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ, ബാബയുടെ പരിചയം കൊടുക്കാൻ, അതായിരിക്കണം എന്ന് ബാബ പറയാ. ചിത്രത്തോ സബ്കോ മിൽ സക്തേ ഹെ, ഹിമ്മത്ത് രഹിനി ചാഹിയെ അപ്പനെ ഘർ കാ കല്യാൺ കരേ. ബാബ പറയുന്നത്, എല്ലാവർക്കും ചിത്രങ്ങളെല്ലാം ലഭിക്കും അല്ലെ. ഏത് ചിത്രം വേണമെങ്കിലും നമുക്ക് ലഭിക്കും, ബാബയുടെ കോഴ്സിന്റെ ഏത് ചിത്രം വേണമെങ്കിലും നമുക്ക് ലഭിക്കും. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ധൈര്യം വെക്കണം, അതായത് സ്വന്തം വീടിന്റെ മംഗളം ചെയ്യണം എന്ന ധൈര്യം നിങ്ങൾ വെക്കണം. അപ്പന കമര ചിത്രോം സേ സജാദോ തോ തും ബിസി രഹേങ്കെ. ബാബ പറയുന്നത്, തന്റെ മുറി നിങ്ങൾ ചിത്രങ്ങളാൽ നല്ല ഭംഗിയായി അലങ്കരിക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ ബിസി ആയിരിക്കും. യഹ് ജൈസ തുമാരി ലൈബ്രറി ഹോ ജായേഗി, അതായത് നിങ്ങളുടെ അത് ലൈബ്രറി ആയിട്ട് മാറും. അപ്പൊ അത്രയും നല്ല മനോഹരമായിട്ട് ചിത്രങ്ങളും ബുക്കുകളൊക്കെ കൊണ്ട് അലങ്കരിക്കാൻ ബാബ പറയാണ്. ദൂസരോം കാ കല്യാൺ കർണേ കെ ലിയെ ചിത്ര ആദി ലഗാ ദേനാ ചാഹിയെ. ബാബ പറയുന്നത്,
മറ്റുള്ളവരുടെ മംഗളത്തിനായിട്ട് നിങ്ങൾ ഇതുപോലെയെല്ലാം ചിത്രങ്ങൾ വെക്കേണ്ടതുണ്ട്. ചിത്രം നല്ല മനോഹരമായിട്ട് അലങ്കരിക്കൂ എന്ന് ബാബ പറയാ. ജോ ആയേ ഉൻകോ സംജാവോ. ആരാണോ വരുന്നത്, അപ്പൊ വീട്ടിൽ ആരൊക്കെ വരുന്നവർക്കൊക്കെ ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങളുടെ മുറി നല്ല മനോഹരമായിട്ട് ഈ ചിത്രങ്ങളാൽ അലങ്കരിക്കൂ. വരുന്നവരാരാണോ അവർക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ എന്ന് ബാബ പറയാം. തും ബഹുത് സർവീസ് കർ സക്തേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്യാൻ കഴിയും. തോടാബി സുനാത്തോ പ്രജ ബെഞ്ചായെങ്കിൽ, കുറച്ചേ കേട്ടു എങ്കിലും അവര് പ്രജയായിട്ട് മാറും അല്ലെ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് കുറച്ച് പറഞ്ഞു കൊടുത്തു, അത്രേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും അവരും പ്രജയിലേക്ക് വരും. ബാബ ഇത്തിനി ഉന്നതിക്ക് യുക്തിയാം ബത്തലാത്തേഹെ. ബാബ നമ്മുടെ ഉന്നതിക്കായിട്ടാണ് ഈ യുക്തികളെല്ലാം മനസ്സിലാക്കി തരുന്നത്. ബാപ്പുക്കോ യാദ് കരോ തോ തുമാരെ വികർമ്മ വിനാശ് ഹോങ്കേ. ബാബ പറയാണ്, ബാബയെ നിങ്ങൾ ഓർമ്മിക്കൂ, എങ്കിലേ നിങ്ങളുടെ വികർമ്മം വിനാശമാകുള്ളൂ. ബാക്കി ഗംഗാമേ ജാക്കർ എക്ദം ഡൂബ് ജാവോ തോ ബി വികർമ്മ വിനാശ് നെഹി ഹോങ്കേ. ബാബ പറയുന്നത് അതല്ലാതെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് നിങ്ങളുടെ വികർമ്മ വിനാശമാകുന്നത്. അല്ലാതെ നിങ്ങൾ ഗംഗയിൽ പോയിട്ട് നിങ്ങൾ മുങ്ങുക, അതുകൊണ്ടൊന്നും നിങ്ങളുടെ വികർമ്മം അല്ലെ പാപഭാരം നമ്മുടെ തലയിലുണ്ട്, അതൊന്നും വിനാശമാകില്ല. യഹ് സബ് ഹേ അന്ധശ്രദ്ധ. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് ബാബ പറയാ. ഹരിദ്വാർ മേ തോ സാരേ ഷഹർ കാ ഗന്ധ് ആക്കർ ഗംഗാ മേ പടുത്താ ഹേ. ബാബ പറയാണ് ഹരിദ്വാർ ഉണ്ടല്ലോ, ഹരിദ്വാറിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ പട്ടണത്തിലെയും അഴുക്ക് മുഴുവൻ വന്നു ചേരുന്നത് എവിടെയാണ്? ഗംഗയിലാണ്. സാഗർ മേ കിത്തന ഗന്ധാ പടുത്താ ഹേ. അതുപോലെ സാഗരം അല്ലെ, കടലിലും നോക്കൂ എത്ര മാത്രം അഴുക്കാണ്. നദിയോ മേ ബി കിച്ചടാ പടുത്താ രഹത്താ ഹേ. ഉസ്സേ ഫിർ പാവൻ കൈസേ ബൻ സക്തേ. നദികളിൽ നോക്കൂ, നദികളിലും എത്ര മാത്രം അഴുക്കാണ് എന്ന് ബാബ പറയാ. പിന്നെ നിങ്ങൾ അതിൽ മുങ്ങിയോണ്ട് നിങ്ങൾ എങ്ങനെ പാവനമായിട്ട് മാറാനാണ് എന്ന് ബാബ ചോദിക്കാം. മായാനെ സബ്കോ ബിൽക്കുൽ ബേസമജ് ബനാ ദിയാ ഹേ. മായ എല്ലാവരെയും വിവേകമില്ലാത്തവരാക്കി മാറ്റി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും അഴുക്ക് നിറഞ്ഞ ഗംഗയിലൊക്കെ പോയിട്ട് മുങ്ങുമ്പോൾ പാപം തീരുമെന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്നത്. അത്രയ്ക്കും മായ എല്ലാവരെയും വിവേകമില്ലാത്തവരാക്കി മാറ്റി എന്ന് പറയാം. ബാബ ബച്ചോം കോ ഹി കഹത്തെ ഹേ കി മുझे യാദ് കരോ. ബാബ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്, കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എന്ന് ബാബ നമ്മൾ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്. തുമാരി ആത്മാ ബുലാത്തി ഹേന ഹേ പതീത് പാവൻ ആവോ. അതായത് ബാബ പറയാണ്, നിങ്ങൾ ആത്മാക്കൾ തന്നെയല്ലേ എന്നെ വിളിച്ചത്, അല്ലയോ പതീത പാവന വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആത്മാക്കൾ തന്നെയാണ് ബാബയെ വിളിച്ചത്. വഹ് തുമാരെ ശരീർ കാ ലൗകിക് ബാപ്പ് തോ ഹേ പതീത പാവൻ ഏക് ഹി ബാപ്പ് ഹേ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ലൗകികത്തിൽ അച്ഛനുണ്ട്, പതീത പാവനൻ എന്ന് പറയുന്നത് ഒരേ ഒരു ബാബയാണ്. എല്ലാവർക്കും അവരവരുടേതായ ലൗകികത്തിൽ അച്ഛനുണ്ട്, പക്ഷെ പതീത പാവനൻ ഒരേ ഒരു ബാബ മാത്രമേ ഉള്ളൂ. അബി ഹം ഉസ് പാവൻ ബനാനെ വാലെ ബാപ്പ് കോ യാദ് കർത്തേ ഹേ. ആ ബാബയെ, അതായത് പാവനമാക്കി മാറ്റുന്ന ആ ബാബയെയാണ് നമ്മളിപ്പോ കുട്ടികൾ ഓർമ്മിക്കുന്നത്. ജീവൻ മുക്തി ദാതാ ഏക് ഹി ഹേ ദൂസര നാ കോയി. ജീവൻ മുക്തി ദാതാവും ഒരേ ഒരാൾ തന്നെയാണ്, മറ്റാരുമല്ല. ഇത്തിനി സഹജ് ബാത്ത് കാ അർത്ഥ് ബി കോയി സമജ്തേ നഹി. ബാബ പറയുന്നത് ഇത്രയും സഹജമായ കാര്യത്തിന്റെ അർത്ഥം പോലും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. അച്ഛാ, മീठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, മുഖ്സേ ജ്ഞാൻ രത്ന നിക്കൽനെ കി പ്രാക്ടീസ് കർണി ഹേ. ബാബ പറയാണ്, മുഖത്തിലൂടെ
ജ്ഞാനരത്നങ്ങൾ വരുന്നതിനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. കബി മുഖസേ കാണ്ടെ വ പത്തർ നെഹി നിക്കൽനേ ഹെ. ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്നും മുള്ളോ കല്ലോ വരരുത്. അതായത് മോശമായ കടുത്തതായ വാക്കുകളൊന്നും വായിലൂടെ വരരുത്. അപ്ന ഓർ ഘർ കാ കല്യാൺ കർണേ കെ ലിയേ घर में चित्र सजा देने हैं, उस पर विचार सागर मंथन कर दूसरों को समझाना है, ബിസി രഹന ഹേ. ബാബ പറയുന്നത് സ്വയത്തിൻ്റെയും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെയും എല്ലാം മംഗളം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ വീട്ടിൽ ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കൂ. അതിൽ നിങ്ങൾ വിചാരസാഗര മഥനം ചെയ്യൂ. ആ ചിത്രത്തിന് മുകളിൽ നിങ്ങൾ വിചാരസാഗര മഥനം ചെയ്ത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. അല്ലേ? വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എല്ലാവരുടെയും മംഗളം ചെയ്യാണ്. അപ്പൊ ബാബ പറയുന്നത് മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം, സ്വയത്തിൻ്റെയും മംഗളം ചെയ്യണം. ബിസി രഹനാഹെ, ബിസി ആയിട്ടിരിക്കാൻ പറയാം. അല്ലെ? ബാബയുടെ ഓരോ കാര്യങ്ങളിലും. അപ്പൊ ബാബയുടെ മുരളി നമുക്കറിയാം, മുരളിയിൽ നമുക്ക് ജ്ഞാനമഥനം ചെയ്യാം. ബാബയുടെ കുറേ പിക്ചറുകളുണ്ട്, കോഴ്സിൻ്റെ പിക്ചറുകളുണ്ട്. ഇതെല്ലാം നമുക്ക് അതിലൂടെയൊക്കെ നമുക്ക് വിചാരസാഗര മഥനം ചെയ്യാം. എങ്ങനെ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്കും, ഏത് രീതിയിൽ എങ്ങനെ തുടങ്ങും, ഇതെല്ലാം നമുക്ക് മനനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ ബിസി ആയിട്ടിരിക്കാനാണ് ബാബ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ബാപ്പു സെ ആശീർവാദ് മാംഗനെ കെ ബജായ് ഉൻകി ശ്രേഷ്ഠ മത് പർ ചലനാ ഹേ. ബാബ പറയാവുന്നത്, അതായത് ബാബയിൽ നിന്നും ആശീർവാദം യാചിക്കുന്നതിന് പകരം നിങ്ങൾ ബാബ തരുന്ന ആ ശ്രേഷ്ഠ മതത്തിലൂടെ നടക്കൂ. ബലിഹാരി ശിവബാബ കി ഹേ, ഇസ്ലിയേ ഉനോം ഹി യാദ് കർണാ ഹേ. ബാബ പറയുന്നത് നമ്മൾ ബലിഹാരി ആകുന്നത് ആരുടെ മേലാണ്? ശിവബാബയുടെ മേലാണ്. അപ്പോൾ ആ ശിവബാബയെ തന്നെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. യഹ് അഭിമാൻ ന ആയേക്കി ഹംനെ ബാബാക്കോ ഇത്നാ ദിയാ. ബാബ പറയുന്നത് ഈ ഒരു അഭിമാനം, അതായത് ഈ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഒരു അഹംഭാവം അല്ലേ, ഒരിക്കലും വരരുത്. ഞങ്ങൾ ബാബയ്ക്ക് ഇത്ര കൊടുത്തു, അങ്ങനെയൊരു അഭിമാനം ഒരിക്കലും വരരുത്. അത് അഭിമാനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു അഹംഭാവമാണ്. ഞാൻ ഇത്ര കൊടുത്തു ബാബയ്ക്ക്. ബാബയിൽ നിന്നും ബാബ എന്താ പറയുന്നത്? എപ്പോഴും ബാബയ്ക്ക് നമ്മൾ കൊടുക്കല്ല, നമ്മൾ ബാബയിൽ നിന്നും കോടികൾ എടുക്കുകയാണ്. നമ്മൾ ബാബയ്ക്ക് ഒരു സേവനം ചെയ്യുക അർത്ഥം നമ്മൾ കോടികൾ എടുക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളിലേക്ക് നമ്മൾ കോടികൾ സമ്പാദിക്കുകയാണ്. അതാണ് അവിടെ അർത്ഥം. അപ്പം നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അഭിമാനം വരരുത്, ഞാൻ ബാബയ്ക്ക് ഇത്ര കൊടുത്തു. ഈ ബാബ വരദാനം പറയാണ്, ബാപ്പ് സമാൻ സ്ഥിതി ദ്വാര സമയക്കോ സമീപ ലാനെ വാലെ തദത്വം കെ വരദാനി ഭവ. അതായത് ബാബയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതിയിലൂടെ സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരുന്നവരായ തത്വം എന്ന പ്രാപ്തി ഉള്ളവരായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാണ്. അതായത് ബാബ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത്, അപ്പനെ പൻകോ മിട്ടാന അർത്ഥാത് ബാപ്പ് സമാൻ സ്ഥിതി മേ സ്ഥിത് ഹോക്കർ സമയക്കോ സമീപലാന. അതായത് ബാബ പറയുന്നത്, അതായത് എൻ്റേതെന്ന ഞാനെന്ന ഭാവം, എൻ്റേതെന്ന ഭാവം ഉണ്ടല്ലോ, അതിനെ മാറ്റുക. അർത്ഥം എന്താണ്? ബാബയ്ക്ക് സമാനമായ സ്ഥിതിയിലിരുന്നു കൊണ്ട് സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരിക. അതാണ് അതിൻ്റെ അർത്ഥം. ജഹാം അപ്പനി ദേഹമേം യാ അപ്പനി കോയി ബി വസ്തുമേം അപ്പനാപൻ ഹേ വഹാം സമാനതാമേം പെർസെൻറ്റേജ് ഹേ. പെർസെൻറ്റേജ് മാന ഡിഫക്റ്റ്. ऐसे डिफेक्ट वाला कभी പെർഫെക്റ്റ് नहीं बन सकता. അപ്പോൾ ബാബ പറയാണ്, എവിടെയാണോ നമുക്ക് നമ്മുടെ ദേഹത്തിൻ്റെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ആകർഷണം, അല്ലെങ്കിൽ അതെൻ്റേതാണ് എന്നുള്ള ഭാവം, അങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമുക്കൊരിക്കലും ബാബയ്ക്ക് സമാനമാകാൻ കഴിയില്ല. അതിൽ എന്തായാലും ഒരു കുറവ് വരും. ആ കുറവ് അർത്ഥം എന്താണ്? അവിടെ ഒരു ഡിഫക്റ്റ് ആണ് അല്ലെ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിലൊരു ശതമാനം, ഇത്ര 100% എത്തില്ല, അതിൽ ശതമാനം കുറവുണ്ടായിരിക്കും. ആ ശതമാനം കുറവ് അർത്ഥം എന്താണ്? അവിടെ ഒരു ഡിഫക്റ്റ് ആണ്, അവിടെ ഒരു എന്താണ്, നമുക്കൊരു കുറവുണ്ട്. അതാണ്. അങ്ങനെയുള്ള കുറവുള്ളവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കില്ല. അപ്പം നമുക്ക് സ്വന്തം ദേഹത്തോടോ ദേഹത്തിൻ്റെതായ വസ്തുവൈഭവങ്ങളോടോ ഒന്നും ആകർഷണം വരരുത്.
ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വരരുത്. അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് വന്ന ബാബ പറയുന്നത് അപ്പൊ ശതമാനത്തിൽ കുറവുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് പെർഫെക്റ്റ് ആകാൻ കഴിയില്ല എന്ന് ബാബ പറയാ. പെർഫെക്റ്റ് ബന്നെ കെ ലിയേ ബാപ്പ് കെ ലവ് മേം സദാ ലൗലീൻ രഹോ. അപ്പൊ ബാബ പെർഫെക്റ്റ് ആയിട്ട് മാറാൻ ബാബ എന്ത് യുക്തിയാ തരുന്നത്? ബാബയുടെ സ്നേഹത്തില് സദാ അലിഞ്ഞിരിക്കൂ, സദാ അലിഞ്ഞിരിക്കൂ. സദാ ലവ് മേ ലൗലീൻ രഹനെ സേ സഹജ് ഹി ഔരോं को भी आप സമാൻ വ ബാപ് സമാൻ ബനാ സക്കേംഗെ. ബാബ പറയുന്നത് സദാ നിങ്ങള് ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുകയാണെങ്കിൽ സഹജമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെയും തനിക്ക് സമാനം അഥവാ ബാബയ്ക്ക് സമാനമായിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ എങ്ങനെയിരിക്കണം? ബാബയുടെ സ്നേഹത്തില് അലിഞ്ഞു ചേർന്നിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്താണ് മറ്റുള്ളവരെ തനിക്ക് സമാനം, അതായത് ബാബയ്ക്ക് സമാനമായിട്ട് മാറ്റാൻ കഴിയുന്നത്. बाप दादा अपने लवली और लवलीन रहने वाले बच्चों को सदा തദത്വം का वरदान देते हैं. അപ്പൊ ബാബ പറയാണ് ബാപ് ദാദ തൻ്റെ ലൗലി ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ ലൗലീനായിട്ടുള്ള കുട്ടികൾ, അതായത് തൻ്റെ സ്നേഹി കുട്ടികൾ, അതുപോലെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ബാബ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബ സദാ എന്ത് വരദാനം കൊടുത്തിട്ടുണ്ട്? തദത്വം എന്ന വരദാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയാ ബാബ. ഈ ബാബ സ്ലോഗൻ പറയാണ്, ഏക് ദോ കെ വിചാരോം കോ റിഗാർഡ് ദോ തോ സ്വയം കാ റെക്കോർഡ് അച്ഛാ ബൻ ജായേഗാ. ബാബ പറയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ ബഹുമാനം കൊടുക്കൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും നമ്മൾ ബഹുമാനം കൊടുക്കുമ്പോൾ നമ്മുടെ റെക്കോർഡ് നല്ലതായിട്ടിരിക്കും, അല്ലേ? മറ്റുള്ളവരെയും നമ്മൾ ബഹുമാനിക്കണം, അവരുടെ അഭിപ്രായങ്ങൾക്കും നമ്മൾ വില കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങളുടെ റെക്കോർഡ് നല്ലതായിരിക്കും. ഇനി അവ്യക്ത സൂചന സ്വയം ഓർ സർവ കെ പ്രതി മനസ്സാ ദ്വാര യോഗിക്ക് ശക്തിയോം കാ പ്രയോഗ കരോ. അതായത് സ്വയത്തെയും അതുപോലെ മറ്റുള്ളവരെയും പ്രതി മനസ്സാ സേവനത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? യോഗത്തിന്റെ ശക്തി പ്രയോഗിക്കാൻ പറയാം. മനസ്സാ സേവനത്തിലൂടെ മനസ്സാ സേവാ കെ ലിയേ മൻ ബുദ്ധി വ്യർത്ഥ സോച്ചനെ സേ മുക്ത് ഹോനാ ചാഹിയേ. ബാബ പറയുന്നത് മനസ്സാ സേവനം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ബുദ്ധി ഇത് രണ്ടും വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്ന് മുക്തമായിട്ടിരിക്കണം. വ്യർത്ഥ ചിന്ത ഒരിക്കലും വരരുത്. അപ്പോഴേ മനസ്സാ സേവനം ചെയ്യാൻ കഴിയൂ. മന്മന ഭവാക്കെ മന്ത്ര കാ സഹജ് സ്വരൂപ് ഹോനാ ചാഹിയേ. ബാബ പറയാണ് മന്മന ഭവ എന്ന മന്ത്രം, അല്ലെ? അതാണ് ബാബ നമുക്ക് കുട്ടികൾക്ക് തന്നിട്ടുള്ള മന്ത്രം. മന്മന ഭവ എന്ന മന്ത്രത്തിന്റെ സഹജമായിട്ടുള്ള സ്വരൂപമായിട്ട് മാറണം. ജിൻ ശ്രേഷ്ഠ ആത്മാവോം കി മനസ്സാ അർത്ഥാത് संकल्प श्रेष्ठ और शक्तिशाली है, शुभ भावना शुभ कामना वाले है, वह मनसा द्वारा शक्तियों को दान दे सकते हैं. അപ്പൊ ബാബ പറയാണ് അതായത് ഈ ശ്രേഷ്ഠ ആത്മാക്കളുണ്ടല്ലോ, അതായത് ആരുടേതാണോ സങ്കല്പം ശ്രേഷ്ഠമായിട്ടുള്ളത്, അവർ ശക്തിശാലിയായിട്ടിരിക്കുന്നത്, അതുപോലെ അവർക്ക് ശുഭഭാവന ശുഭകാമനയുള്ളത്, അങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് മനസ്സാദ്വാര അതായത് മനസ്സിലൂടെ ശക്തിയോം കാ ദാൻ ദേ സക്തേ ഹേ, ശക്തികൾ കൊടുക്കാൻ കഴിയും, അല്ലെ? മനസ്സാ സേവനത്തിലൂടെ മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കണമെങ്കിൽ ബാബ പറയുന്നത് സ്വയം എങ്ങനെയിരിക്കണം? സങ്കല്പം ശ്രേഷ്ഠമായിരിക്കണം, ശക്തിശാലിയായിരിക്കണം, ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ പ്രതി. അങ്ങനെയുള്ള ആത്മാക്കൾക്കാണ് മനസ്സിലൂടെ ശക്തികൾ പ്രദാനം ചെയ്യാൻ കഴിയുക എന്ന് ബാബ പറയാം. അപ്പോൾ ബാബ എന്ന് എങ്ങനെയിരിക്കാനാ പറഞ്ഞത്? ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചു ചേർന്നിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ എല്ലാം നമുക്ക് ബാബയ്ക്ക് സമാനമാക്കിയിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ വളരെ സ്നേഹിയായിട്ടുള്ള ബാബയെ നമുക്ക് ഓർമ്മിക്കാം.
ഓം ശാന്തി.